പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ഈ രാത്രിയിലെ ഈ സൂം ലൈവിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹവന്ദനം ചെയ്യുന്നു. JCNDSD യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവും കർത്താവായ യേശുക്രിസ്തുവിനെ സത്യ ഏകദൈവമായി കണ്ടെത്തുവാൻ ഇടയായതുമായ സാക്ഷ്യത്തെ സംസാരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും വളരെ ചുരുങ്ങിയ കാലം മുമ്പ് മാത്രം ദൈവകൃപയാൽ പരിചയപ്പെടാൻ ഇടയായ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ MM ഷാജി അവർകൾ ഇന്ന് രാത്രിയിൽ താൻ തൻ്റെ ജീവിത വഴിയിൽ ബാല്യകാലം മുതൽ കടന്നു വന്ന വഴികളിൽ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം താൻ എങ്ങനെ മുമ്പായിരുന്ന മത വ്യവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്നും വിശ്വാസത്തിലേക്കും പിന്നീട് അവിടുന്ന് യഥാർത്ഥ സത്യ ഏകദൈവമായ യേശുക്രിസ്തുവിലേക്കും ഉള്ള രക്ഷയുടെ പാതയിൽ എങ്ങനെ കടന്നു വന്നു, അതിന് മുഖാന്തരമായി തീർന്ന വിഷയങ്ങൾ, തൻ്റെ ജീവിതത്തിലെ ഉണ്ടായ അനുഭവങ്ങൾ ഒക്കെ ചുരുക്കമായി കേൾക്കാനുള്ള ഒരു അവസരം എനിക്ക് 1-2 ആഴ്ചകൾക്ക് മുമ്പ് ലഭിക്കുകയുണ്ടായി. അന്ന് മുതൽ ഞങ്ങൾ വളരെ അടുത്ത് സമയം കിട്ടുമ്പോഴൊക്കെ സംസാരിക്കുകയും കർത്താവിന്റെ ദാസൻ അനുദിനം ചെയ്യുന്ന ഒരു ഓഡിയോ സന്ദേശം ഞാൻ കേൾക്കുകയും അതിൽ ചിലത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിന്റെ പ്രദേശത്ത് വളരെ ശക്തമായ നിലയിൽ ഏകസത്യ ദൈവത്തെ ഉയർത്തിക്കൊണ്ടും പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ കൊടുത്തുകൊണ്ടും താൻ ഈ മേഖലയിൽ വളരെ ശക്തിയോടെ മുന്നോട്ട് പോകുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഈ ചാനലിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസനെയും ഒപ്പം കടന്നു വന്നിരിക്കുന്ന സഹോദരന്മാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഷായി പാസ്റ്ററെ ഇന്ന് ഞങ്ങളോടൊപ്പം ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ സമയം ചെലവിടുവാൻ ദൈവം ഒരുക്കിയ സാവകാശനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ബാല്യകാലം മുതൽ ഞാൻ ഇടയ്ക്ക് ഇടപെടുന്നില്ല. ബാല്യകാലം മുതൽ എങ്ങനെയൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ ഇടയായത്, അതിനുശേഷം തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, ഒളിവ് ജീവിതം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ചുരുക്കമായ കാര്യങ്ങൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് JCNDSDയുടെ ചാനലിലുള്ള ശ്രോതാക്കൾക്ക്, സബ്സ്ക്രൈബേഴ്സിനും മറ്റും കർത്താവിന്റെ വലിയ പ്രവർത്തികൾ കർത്താവിന്റെ ദാസനിലൂടെ ഏറ്റവും ഒടുവിലായി ആ യഥാർത്ഥ അപ്പസ്തോലിക ഉപദേശത്തിലേക്ക് വരുവാൻ ഇടയായത് വരെയുള്ള കാര്യങ്ങൾ ഓർത്തെടുത്ത് കുടുംബത്തെ സംബന്ധിച്ച്, ബാല്യകാലത്തെ സംബന്ധിച്ച്, പിന്നെ വിദ്യാഭ്യാസം, ജോലി, രാഷ്ട്രീയ ജീവിതം, അതിനിടയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ, ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ ഉണ്ടായത്, ഇപ്പോൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങൾ, ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഏറ്റവും ഒടുവിലായി അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരമുള്ള യഥാർത്ഥ അപ്പസ്തോലിക വിശ്വാസത്തിലേക്ക് കടന്നു വരാനിടയായ കാര്യങ്ങളൊക്കെയും വളരെ വിശദമായി തന്നെ കർത്താവിന്റെ ദാസന് ഞങ്ങളെ ഈ കൂട്ടായ്മയിൽ സംസാരിക്കാനുള്ള അവസരമുണ്ട്. എന്തെങ്കിലും ഒരു ഇടപെടൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും ചോദ്യമായിട്ട് അവിടേക്ക് ഇടപെടുകയുള്ളൂ. കർത്താവിന്റെ ദാസന് ഇപ്പോൾ സമയങ്ങളെ വേർതിരിച്ചു നൽകുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വം എടുക്കട്ടെ. എല്ലാ പ്രിയ സഹോദരങ്ങളെയും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ദൈവനാമത്തിൽ അറിയിക്കുന്നു. വിശേഷാൽ ജോസ് പാസ്റ്ററെ എടുത്തു പറയാൻ കാരണം, ഇന്ന് ഈ ചാനലിൽ പ്രിയ ദൈവമക്കളുമായിട്ട് എൻ്റെ ജീവിത അനുഭവം പങ്കുവയ്ക്കുവാൻ അവസരം ഉണ്ടായത് ജോസ് പാസ്റ്റർ ഒരു സന്ദേശം എനിക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ ഏകദേശം 2-3 ആഴ്ച മുമ്പ് പരിചയപ്പെടുകയും പിന്നെ കോട്ടയത്തേക്ക് ഞാൻ പോവുകയും അതിനുശേഷം നിരന്തരം കഴിയാവുന്ന അത്രയും ദിവസങ്ങളിൽ ഫോണിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഞങ്ങൾ ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഇന്ന് ഈ ഗ്രൂപ്പിലേക്ക് എൻ്റെ അനുഭവ സാക്ഷ്യം, യേശു എന്നെ മാറ്റിമറിച്ച, എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ എനിക്ക് അവസരം തന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക്, എൻ്റെ കുടുംബത്തിൻ്റെയും
ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള ദൈവജനത്തിന്റെയും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എന്റെ അനുഭവ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ബാല്യകാലം ഞാൻ ജനിച്ചു വളർന്ന ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ്, ഒരു കത്തോലിക്ക വിശ്വാസ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എനിക്ക് ഏകദേശം ഒരു 5 വയസ്സുള്ളപ്പോ എൻ്റെ അപ്പച്ചൻ മരിച്ചു. അതിനുശേഷം പിന്നീടുള്ള ജീവിതം അതിഭയാനകമായിരുന്നു. അപ്പച്ചനുള്ള കാലത്തുള്ള ജീവിതം സമൃദ്ധിയുടെ ആയിരുന്നു. അത് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞു കേട്ടുള്ള അറിവാണ്. അപ്പച്ചന്റെ മരണശേഷം പിന്നെ ഞങ്ങൾക്ക് താമസിച്ചിരുന്ന സ്ഥലമെല്ലാം നഷ്ടപ്പെട്ടു. അതിനുശേഷം പീച്ചി ഡാമിന്റെ അങ്ങേയറ്റം കാടിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ പിന്നീടുള്ള എൻ്റെ ഓർമ്മ വെച്ച കാലത്തുള്ള ജീവിതം. അപ്പൊ അവിടെ ഞങ്ങളുടെ ബന്ധുമിത്രാദികളൊക്കെയാണ് അതിന് പരിസരത്തൊക്കെ ഉള്ളത്. എല്ലാവർക്കും 5 ഏക്കർ 6 ഏക്കറും 10 ഏക്കറും ഒക്കെ സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചു പോവുകയായിരുന്നു. എനിക്കൊരു 13-14 വയസ്സുള്ളപ്പം ആ മേഖലയിൽ, ഞങ്ങൾ താമസിക്കുന്ന മേഖലയുടെ അടുത്തൊരു കോളനി ഉണ്ടായിരുന്നു, ആദിവാസി കോളനി. അവിടേക്ക് 1 മാസം 2 മാസമൊക്കെ കൂടുമ്പോൾ ഒരു സഹോദരൻ അവർക്ക് അരിയും സാധനങ്ങളും ഒക്കെ ചുമന്നുകൊണ്ട് ആദിവാസികൾക്ക് ഡ്രസ്സുകളൊക്കെ കൊണ്ടുവരുന്ന ഒരാളെ പരിചയപ്പെടാനിടയായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ സ്നേഹം, അവർക്ക് ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ കിട്ടുന്ന ആള് പറഞ്ഞ ഒരു സ്നേഹമുണ്ട് ഉള്ളില്. അവർക്ക് ഇതൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ചിരി, അവരുടെ സന്തോഷം, അതാണ് ഞങ്ങളെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈഫും മോളടക്കമാണ് വരുന്നത്. അങ്ങനെ പിന്നെ പലവട്ടം കൂടിക്കാഴ്ച നടന്നു. അതിനുശേഷമാണ് അറിയുന്നത് ഇദ്ദേഹം ഒരു നക്സൽ പ്രവർത്തകനാണെന്ന്. അങ്ങനെ അവരുമായിട്ട് സഹകരിക്കാൻ ആരംഭിച്ചു വളരെ ചെറുപ്പത്തിലെ തന്നെ. അതിനിടയ്ക്ക് പല മേഖലകളിലേക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങളാൽ ഞാൻ മാറ്റപ്പെടേണ്ടി വന്നു, മാറി താമസിക്കേണ്ടി വന്നു. പിന്നെ തിരിച്ച് ശക്തമായ രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരികയും എന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടി കോയമ്പത്തൂർക്ക് നിയോഗിക്കുകയും ചെയ്തു, തമിഴ്നാട്ടിൽ. ഏകദേശം 15 വർഷത്തോളം ഞാൻ അവിടെ എന്നെ പാർട്ടി ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും വിശ്വസ്തയോടെ ചെയ്തു. ഈ നക്സൽ പ്രസ്ഥാനവും നിരീശ്വരവാദവും ഒരുമിച്ച് പോകുന്ന ഒന്നാണ്. ആദ്യത്തെ വിപ്ലവകാരി യേശുവാണെന്നാണ് എന്നെ അന്ന് സഖാക്കൾ പഠിപ്പിച്ചത്. ലോകത്തെ ആദ്യത്തെ വിപ്ലവകാരി യേശു. അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അങ്ങനെ ഞാനത് ഏറ്റെടുക്കുകയും അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സംഘടനയാണ് ഇതെന്ന് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അവരോടൊപ്പം സഹകരിച്ചു വർഷങ്ങൾ. പാർട്ടി പറഞ്ഞതെല്ലാം ചെയ്തു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഒരു ചേച്ചി വിവാഹത്തോടു കൂടി ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി. വിവാഹം കഴിഞ്ഞ് പ്രസവത്തോടു കൂടി. അങ്ങനെ ചേച്ചിയുടെ ഈ രോഗം മാറാൻ ഞാൻ കോയമ്പത്തൂരാണ്. അമ്മ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മടുത്തു. അതിനുശേഷം പോട്ട ഡിവൈനിൽ കൊണ്ടുപോയി അമ്മമാര് ചെയ്യുന്നത് പോലെ പോകാവുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി. എവിടെ പോയിട്ടും ഇതിനൊരു മാറ്റമില്ലാതെ വന്നു. അങ്ങനെ ഒരു മാറ്റമില്ലാതെ വന്നപ്പോ അവസാനം ഒരു ആരുടെ കയ്യിൽ നിന്ന് നമ്പർ കിട്ടി. ഒരു കേൾക്കുന്നില്ലല്ലോ ഓഡിയോ. ഒരു മിനിറ്റ്, ഞാൻ അൺമ്യൂട്ട് ചെയ്തു. ഇപ്പൊ കേൾക്കാലോ? എന്തോ ഇടയ്ക്ക് സ്റ്റക്കായി. അപ്പൊ അമ്മ ഈ ചേച്ചിയെയും കുഞ്ഞിനെയും കൊണ്ടും പല സ്ഥലത്ത് കൊണ്ടുപോയിട്ടും മാറാതെ വന്നപ്പോ ഒരു കത്തോലിക്ക പുരോഹിതന്റെ നമ്പർ കിട്ടി. തൃശ്ശൂര് തന്നെ ഉള്ള മാള പുത്തഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അദ്ദേഹം. ജോൺ ആലപ്പാട്ട് എന്ന് പറയും. തൃശ്ശൂര് രൂപത പുറത്താക്കിയതാണ് ആ അച്ഛനെ. ആ അച്ഛന്റെ അടുക്കിലേക്ക് അമ്മ പോവുകയും അച്ഛൻ അങ്ങനെ ഒരു ഡേറ്റ് കുറിച്ചു കൊടുത്തു. ഇതിനൊക്കെ വരുമ്പം അച്ഛൻ അവിടെ ഫീസ് കെട്ടണം. ഫീസൊക്കെ ഞാനാ കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം പെങ്ങൾ അസുഖം പറഞ്ഞു. എന്നെ സംബന്ധിച്ച് അന്ന് ദൈവവും ഇല്ല, വിശ്വാസവും ഇല്ല. അങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ അച്ഛൻ വീട്ടില് വന്ന് ഒരു 15 മിനിറ്റ് അച്ഛന്റെ രീതിയിലുള്ള ശുശ്രൂഷ ചെയ്തു. ചേച്ചി നോർമലായി. ചേച്ചിയുടെ അസുഖം മാറി. എന്നിട്ട് അച്ഛൻ ചായ കുടിക്കുന്ന നേരത്ത് അച്ഛൻ ഇങ്ങോട്ട് അമ്മയോട് പറയുകയാണ്, നിങ്ങൾക്കൊരു മോനുണ്ട്, അവന്റെ പേര് ഷാജി എന്നാണ്. അവൻ തീവ്രവാദിയാണ്, നക്സലൈറ്റ് ആണ്, നിരീശ്വരവാദിയാണ്. പക്ഷെ ഇന്നലെ രാത്രി അവന്റെ നിരീശ്വരവാദം ഉടഞ്ഞു.
യേശു അവൻ ഇന്നലെ തൊട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അതെങ്ങനെയാ അച്ഛാന്ന് ചോദിച്ചപ്പോ അവൻ ഇന്നലെ രാത്രി കരണ്ട് അടിച്ചു, ഷോക്ക് അടിച്ചു, ചത്തുപോകേണ്ടതായിരുന്നു, യേശു അവനെ രക്ഷിച്ചു എന്ന് ഈ അച്ഛൻ പറഞ്ഞു. അപ്പൊ അമ്മ ഇതൊന്നും അച്ഛൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഒരു ലെറ്റർ എഴുതി, ഒരു ലെറ്ററിൽ 1 മുതൽ 14 വരെ അക്കമിട്ട് ചില വിഷയങ്ങൾ എഴുതി വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോയി. പ്രൈസ് ലോർഡ്. സാറുകൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. എനിക്ക് ജോസ് പാസ്റ്ററുടെ വീഡിയോ അതിലിരുന്നോട്ടെ, അല്ലെങ്കിൽ എനിക്കത് ആരും ഇല്ലാതെ വരുമ്പോ ഒരു ആരും കാണുന്നില്ലല്ലോ, ഇത് വരുന്നുണ്ട്. എല്ലാരും കാണുന്നുണ്ട്. കേൾക്കുന്നുണ്ട് പാസ്റ്റർ. ഞങ്ങള് മ്യൂട്ടാക്കി ഇട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം പാസ്റ്ററിന്റെ ഇടയ്ക്ക് വിടുന്ന എന്തെങ്കിലും ശബ്ദം വരാതിരിക്കാനായിട്ടാ. ഓക്കെ പാസ്റ്റർ. ഒരാളുടെ വീഡിയോ അവിടെ ഇരുന്നോട്ടെ. എനിക്കൊന്ന് പിന്നെ ഇവിടെ ഓക്കെ. അപ്പൊ അവിടെ ഈ അച്ഛൻ എങ്ങനെ ഒരു 10-14 കാര്യങ്ങൾ എഴുതി കൊടുത്തു വിട്ടു. അമ്മയുടെ കയ്യിലൊരു വീട്ടിൽ കൊടുത്തിട്ട് പോയി. അപ്പൊ ഈ കരണ്ട് അടിച്ച വിവരം വീട്ടിൽ അറിയില്ല, എനിക്ക് ഷോക്ക് അടിച്ച വിവരം വീട്ടിൽ അറിയില്ല. ഞാൻ വീട്ടിൽ വന്നാൽ മാത്രമേ അറിയുള്ളൂ. വീട്ടിൽ വന്നു, ചായ കുടിയൊക്കെ കഴിഞ്ഞ അമ്മ ഈ ലെറ്റർ എടുത്ത് കയ്യിൽ തന്നു. ഈ ലെറ്റർ വായിച്ചപ്പം ദൈവവിശ്വാസം ഒന്നല്ല എനിക്ക് ആദ്യം ഉണ്ടായത്. എന്റെ രഹസ്യങ്ങളൊക്കെ ചോർത്തുന്ന ആരോ എന്റെ പിന്നിലുണ്ട് എന്നൊരു ചിന്ത വന്നു എനിക്ക്. എന്നെയും എന്റെ പാർട്ടിയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന ആരോ എന്റെ പിന്നിലുണ്ട്. പക്ഷെ ഈ ലെറ്ററിൽ എഴുതിയ കുറെ കാര്യങ്ങൾ എന്നെ വല്ലാതെ ആശയക്കുഴപ്പത്തിലുമാക്കി. കാരണം ഒരു കാരണവശാലും ലോകത്ത് ആർക്കും അറിയാത്ത കാര്യം എങ്ങനെ ഈ പുരോഹിതനെ കിട്ടി, അതും എന്നെ ആശയക്കുഴപ്പത്തിലാക്കി. അങ്ങനെ ഇദ്ദേഹത്തെ കാണാൻ ഞാൻ മാളയ്ക്ക് പോയി. മാളെ പോയി ഇദ്ദേഹത്തെ കണ്ട് ഇദ്ദേഹവുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ആള് പറഞ്ഞു, നിനക്ക് വേണ്ടി മരിച്ച ഈ യേശുവിനെ വേണ്ടേ എന്ന് ചോദിച്ചു. നിന്നെ സ്നേഹിച്ച് നിന്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിനെ വേണ്ടേ എന്ന അച്ഛന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ സത്യത്തിൽ ഞാൻ സലണ്ടറായി. ഞാൻ അവിടെ പെട്ടെന്ന് അച്ഛൻ മുട്ടുകുത്താൻ പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി. അവരുടെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാ പ്രധാനപ്പെട്ടവരെയും വിളിച്ച് എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു വാക്കാണ്, ഇവൻ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി ദൈവം വിളിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞു, നിന്നെ തൊടാൻ ലോകത്ത് ആർക്കും പറ്റില്ല എന്നും പറഞ്ഞു. ഏകദേശം 2 വർഷത്തോളം അദ്ദേഹവുമായി സഹകരിച്ചു. അദ്ദേഹം തന്നെ എന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വചനം പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അപ്പൊ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന പ്രസംഗം, ദൈവം സ്നേഹമാകുന്നു. സ്നേഹം നിഷേധിക്കപ്പെട്ട, സ്നേഹം ലഭിക്കാതെ പോയ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ആശ്വാസത്തിന്റെ ഒരു വാക്കായിരുന്നു. ഞാൻ തുടർന്ന് ഇവരെ എല്ലാം ഒന്ന് പരിശോധിക്കാൻ ശ്രമിച്ചു. ഈ സ്നേഹം ഇവരിലുണ്ടോ? അപ്പൊ ഇവരിൽ ആരും ഈ സ്നേഹം കണ്ടില്ല, പ്രസംഗം മാത്രമേ ഉള്ളൂ. അവിടെ വെച്ചൊരു കാര്യം മനസ്സിലായി, ഇത് പ്രസംഗിക്കാൻ മാത്രമേ ഇവർക്കൊക്കെ അറിയുള്ളൂ, സ്നേഹിക്കാൻ എന്തുകൊണ്ടോ അറിയുന്നില്ല. അങ്ങനെ പിന്നീട് ആ അന്വേഷണം പോയി അവസാനിച്ചത് ഒരു പെന്തിക്കോസ് പാസ്റ്ററുടെ മുമ്പിലായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ ചേച്ചിക്ക് മാറിയ അസുഖം രണ്ടാമത് വന്ന് പിന്നെ ചേച്ചി ഒരു പെന്തിക്കോസ് സംഘടനയുമായി, ഒരു IPCയിലെ ഇവിടെ പട്ടിക്കാട് തന്നെയുള്ള സംഘടനയുമായി ബന്ധപ്പെട്ടു. അവര് ചേച്ചിക്ക് സ്നാനം നൽകാൻ തീരുമാനിച്ചു. ചേച്ചി സ്നാനം സ്വീകരിക്കാനും തീരുമാനിച്ചു. ആ സമയത്ത് അളിയൻ വിദേശത്തായിരുന്നു. അളിയൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, അമ്മേനെ അറിയിച്ചു ഫോൺ ചെയ്ത്, ഞാൻ കത്തോലിക്ക സഭയിൽ നിൽക്കുമ്പോഴാണ് അവളെ താലി കെട്ടിയത്. ഞാൻ കെട്ടിയ താലി എൻ്റെ അനുവാദം കൂടാതെ ഊരി വെച്ച് സ്നാനം മുങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമതും മോളെ കെട്ടിക്കേണ്ടി വരും. ഇതും പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ചു. അപ്പൊ ഞാൻ ഈ പാസ്റ്ററെ ഇവരെ അറിയിച്ചു, പെങ്ങൾക്ക് സ്നാനം നൽകിയാൽ ഞാൻ ആ സഭ ഹോള് നിങ്ങളുടെ കത്തിക്കും, പാസ്റ്ററെ കൈയും കാലും വെട്ടുമെന്നും പറഞ്ഞു. കാരണം കത്തോലിക്ക അച്ഛൻ വഴി വന്നിട്ടുള്ള ചെറിയൊരു വ്യത്യാസം എൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളൂ. ഒരു യഥാർത്ഥ മാനസാന്തരത്തിലേക്കൊന്നും ഞാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. യേശു ഉണ്ട്, ദൈവമുണ്ട് എന്നൊരു വിശ്വാസത്തിലേക്ക് മാത്രമേ അന്ന് വന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ ഈ സ്നാനം ചേച്ചിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പാസ്റ്ററെ വെട്ടുമെന്നും കൊല്ലുമെന്നും ഒക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ നക്സൽ പ്രവർത്തനായതുകൊണ്ട് ഇവർക്കൊരു പേടി, ഇനി പറഞ്ഞാൽ അതുപോലെ ചെയ്യുമോ, വന്ന് ഹോള് കത്തിക്കോ, പാസ്റ്ററെ വെട്ടുമെന്നൊക്കെ പേടി. ഇവരൊരു 5 ദിവസം ഉപവാസം എടുത്തു. ഉപവാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പെങ്ങളുടെ വീട്ടിൽ വരുന്നത്. അവിടെ വരുമ്പോൾ ജോയി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ആ വീട്ടിലുണ്ടായിരുന്നു, ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഇദ്ദേഹത്തിനോട് ഇറങ്ങിപ്പോ, എൻ്റെ പെങ്ങളുടെ വീട്ടിൽ താൻ എന്തിനാ ഇരിക്കുന്നത്, ഇറങ്ങി പോണം, എന്നോടൊന്നും സംസാരിക്കേണ്ട എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ ഒന്നും വാക്കുകൾ വരുന്നില്ല. അദ്ദേഹം ഇരിക്കാൻ ചെയറിട്ട് തന്നു. ഞാൻ ഇരുന്നു.
അദ്ദേഹം ഇതുപോലെ ഒരു 1.5 മണിക്കൂർ സുവിശേഷം പറഞ്ഞു. അവരറിഞ്ഞ സുവിശേഷം. ആ സുവിശേഷം പറഞ്ഞ് യേശുവിനെ നിനക്ക് വേണ്ടെന്ന് ചോദിച്ചു. എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. ഞാൻ വീണ്ടും തമിഴ്നാട്ടിലേക്ക് തന്നെ പോയി. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. വിവാഹവും നടന്നതിന് ശേഷമാണ് സ്നാനം നടക്കുന്നത്. സ്നാനത്തിനും ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. വീട്ടുകാരെല്ലാം തറവാട്ടിലെല്ലാം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. കാരണം അച്ഛന്മാരും കന്യാസ്ത്രീമാരൊക്കെ ഉള്ള തറവാടാണ്. സ്നാനം തന്ന പാസ്റ്റർമാരെ തല്ലുവെന്നും വീട് കയറി ആക്രമിക്കാനും ഇവരൊക്കെ തീരുമാനം ഇട്ടിരുന്നു. അപ്പൊ അതിൽ ആ നാട്ടിലെ എൻ്റെ ഒരു സുഹൃത്ത്, ആദ്യകാല സുഹൃത്ത്, ഇപ്പോഴും എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഒരു ചോദ്യം ഇവരോട് ചോദിച്ചു. ഷാജി കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഈ ബന്ദിക്കോസിലേക്കൊക്കെ പോയിട്ട്, നിങ്ങൾ വീട് കയറി പാസ്റ്റർമാരെയൊക്കെ തല്ലാൻ പോയി കഴിഞ്ഞാ അവൻ ബൈബിളും കൊണ്ടാണോ പുറത്ത് വരിക, വടിവാളും എടുത്തിട്ടാണോ വരുമെന്ന് വല്ല ബോധം നിങ്ങൾക്കുണ്ടോ? ഈ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ അവര് ഒന്ന് ഭയന്നു. സത്യത്തിൽ ഇതെല്ലാം ചെയ്യിപ്പിച്ചത്, പ്രിയ സഹോദരങ്ങൾ, എനിക്ക് പറയാനുള്ളത്, ഇതെല്ലാം ചെയ്യിപ്പിച്ചത് അനാദി കാലം മുമ്പേ യേശുവിന്റെ വിളിയായിരുന്നു. യേശു തെരഞ്ഞെടുത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ നക്സൽ പ്രസ്ഥാനത്തിലേക്ക് പോയതും. യേശു കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ കത്തോലിക്ക പുരോഹിതനെ യേശു ഉപയോഗിച്ചതും. യേശു കണ്ടതുകൊണ്ട് തന്നെയാണ് യേശു ഈ ബന്ദിക്കോസ് പാസ്റ്ററടുക്കൽ എന്നെ കൊണ്ടുപോയതും. അത് കഴിഞ്ഞ് ഷാരോണിൽ സ്നാനം സ്വീകരിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതേ ഹോളിലിരുന്ന് എനിക്ക് കരയേണ്ടി വന്നു. ഈ കത്തോലിക്ക സഭയും ഇതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ. എന്നിട്ട് 2 കൊല്ലം അവിടെ നിൽക്കേണ്ടി വന്നു. വേറെ മാർഗമില്ല. അതിനുശേഷം ആ ഷാരോൺ എന്ന് പറയുന്ന സംഘടന വിട്ട് അനേക ക്രിസ്തീയ സംഘടനകൾ കയറിയിറങ്ങി, വ്യത്യസ്ത കൂട്ടായ്മകളിൽ കയറിയിറങ്ങി. എവിടെയും ബൈബിളിൽ കാണുന്ന യേശുവിനെ കാണാനില്ല. പ്രസംഗത്തിലുണ്ട്, പ്രവൃത്തിയിലില്ല. വലിയ ഹോളുകളുണ്ട്, വലിയ കെട്ടിടങ്ങളുണ്ട്, ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്തൊരു ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. എവിടെയോ ഒരു എന്തിൻ്റെയൊക്കെയോ ഒരു കുറവ്. എന്നാൽ അതിന്റെ ഉത്തരം എനിക്ക് അറിഞ്ഞും കൂടാ. അങ്ങനെയുള്ള അലച്ചിലിന് ഇടയ്ക്ക് കർത്താവ് ശുശ്രൂഷകൾ തന്നു. ഈ ഭൂത രോഗ ശാന്തിയുടെ മുകളിൽ, ഇതിന്റെ മുകളിലൊക്കെ ഒരു അധികാരം തന്നു. അപ്പൊ അത് പിന്നെ ഒറ്റയ്ക്ക് വീടുകൾ കേന്ദ്രീകരിച്ച് ആ ഒരു ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോയി. കുറെ കാലം, കുറെ നാളുകൾ പോയി. അങ്ങനെ പോകുന്നതിന് ഇടയ്ക്കാണ് ഒരു സുപ്രഭാതത്തില് എൻ്റെ ഒരു സുഹൃത്ത്, പെരിന്തൽമണ്ണുള്ള ഒരു പാസ്റ്റർ, ഒരു മുസ്ലിം സഹോദരൻ രക്ഷിക്കപ്പെട്ട് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിനെ പെരിന്തൽമണ്ണയിൽ നിർത്താൻ ബുദ്ധിമുട്ടാണ്, അദ്ദേഹത്തിനെ ഒന്ന് ഷാജി പാസ്റ്ററുടെ വീട്ടിലോ എവിടെയെങ്കിലും താമസിപ്പിക്കുകയും ചോദിച്ചു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഒരു 1 മാസത്തോളം എൻ്റെ വീട്ടിൽ താമസിച്ചു. 1 മാസത്തോളം എൻ്റെ ഒരു സുഹൃത്തിന്റെ കമ്പനിയിൽ താമസിപ്പിച്ചു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഫോട്ടോ പേപ്പറിൽ പിടിവിട്ട പുള്ളി എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ വന്നപ്പോൾ ഞാൻ പിന്നെ ആളെ എൻ്റെ അടുത്ത് താമസിക്കുന്നതിന് പകരം ഞാൻ വാഗമണ്ണുള്ള ഒരു എസ്റ്റേറ്റ് മുതലാളിയുണ്ട്, ഒരു ജോയി വാഗമൺ എന്ന് പറഞ്ഞിട്ട്, പാലാക്കാരനാണ്. അപ്പൊ എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയ ഒരു പരിചയമുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ഇങ്ങനെ ഒരാൾ എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്, ജോയിച്ചേട്ടൻ അവിടെ കൊണ്ടാക്കട്ടെ. അപ്പൊ ജോയിച്ചേട്ടൻ പറഞ്ഞു അവിടെ കൊണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഈ ആഷിഖിനെ കൊണ്ടുവിടുന്നതിന് മുമ്പ് ദൈവം എന്നോട് ഒരു ഇടപെടൽ നടത്തിയിരുന്നു. ഞാൻ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു, ഉറക്കം നഷ്ടപ്പെട്ടു. അന്ന് കാശൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. വീടുകളിൽ ഒരു ദിവസം 3-ഉം 4-ഉം വീട്ടിലൊക്കെ ഈ ശുശ്രൂഷകൾ ചെയ്യും. പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ എന്തോ ഒരു ശൂന്യത, എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു. അങ്ങനെ രാത്രി ഇരുന്ന് കരയാൻ തുടങ്ങി, പ്രാർത്ഥന തുടങ്ങി, വൈഫ് ഇരുന്ന് പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഏകനായിരിക്കെ എന്നെ നീ എന്തിന് കഷ്ണങ്ങളാക്കി എന്നൊരു ചോദ്യം, ഒരു ശബ്ദം കേൾക്കാനിടയായി. അപ്പൊ കൂടുതൽ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവം ഏകനാണെന്നൊരു വെളിപാട് അന്ന് കിട്ടി. അപ്പൊ ഞാൻ അന്ന് ചെറിയൊരു ചർച്ച പോലെ നമ്മൾ തൃശ്ശൂർ കൂടി വരുന്നുണ്ടായിരുന്നു. അവരെല്ലാം വിളിച്ച് എൻ്റെ വീട്ടിൽ കൂട്ടി. ഞാൻ പറഞ്ഞു, ദൈവം ഏകനാണ്, ത്രിത്വമല്ല. ഇനി മുതൽ നമ്മൾ ഏകദൈവത്തെയാണ്. പക്ഷെ ഏകദൈവം ആരാണ്, എന്താണ്, എങ്ങനെയാണ് ഒന്നും അറിഞ്ഞുകൂടാ. അത്രയും സഭയിലുള്ള ആളുകളോട് പറഞ്ഞു. ഉള്ളതിലെ ഒരു ഭൂരിപക്ഷം ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വാഗമണ്ണിലേക്ക് ഞാൻ ആഷിക്കിനെ വിടുമ്പോ ആഷിക്കിനോട് ഞാൻ പറഞ്ഞിരുന്നു ദൈവം ഏകനാണ്. അപ്പൊ ആഷിക്ക് വാഗമണ്ണ് ചെന്ന് കഴിഞ്ഞപ്പോ ഈ എസ്റ്റേറ്റിന്റെ ചുമതലയൊക്കെ നോക്കുന്നതാണ് ഈ ബിജു ബ്രദർ. ബിജു ബ്രദർ അവിടെ വന്നു കഴിഞ്ഞപ്പോ ആഷിക്കിനെ പരിചയപ്പെട്ടു. അപ്പൊ ഇങ്ങനെ തൃശ്ശൂരിൽ നിന്നൊരു ഷാജി എന്ന് പറഞ്ഞ പാസ്റ്ററാണ് കൊണ്ടാക്കിയത്. അപ്പൊ ഞാൻ ദൈവം ഏകനാണെന്നാണ് ഷാജി പാസ്റ്റർ പഠിപ്പിക്കുന്നതെന്നൊക്കെ ഈ ആഷിക്ക് പറയാനിടയായി. അപ്പൊ ബിജു ബ്രദർ ആഷിക്കിന്റെ കയ്യിൽ നിന്ന് എൻ്റെ നമ്പർ വാങ്ങി. ആഷിക്ക് വൈകുന്നേരം ആയപ്പോ എന്നെ വിളിച്ചു.
വിളിച്ചിട്ട് ഇങ്ങനെ ഇതിന്റെ ഒരു മാനേജർ വന്നിരുന്നു, ഷായിച്ചാന്റെ നമ്പർ വാങ്ങിയിട്ടുണ്ട്, അവർ ഏക ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അപ്പൊ എന്നെ വിളിക്കാതെ വന്നപ്പോ എനിക്കൊരു ടെൻഷനായി. ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞിട്ടും വിളിച്ചില്ലല്ലോ. വേഗം ഞാൻ ബിജു ബ്രദറിന്റെ നമ്പർ വാങ്ങിയിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് സഹോദരങ്ങളെ എനിക്ക് സംഭവിച്ചു. പിന്നെ അന്ന് രാത്രി കിടന്നുറങ്ങാൻ പറ്റിയില്ല. രാത്രി 2 മണി ആയപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് റെഡിയായി ഹൈവേയിൽ പോയി നിന്നു. 3:15 എനിക്കൊരു വണ്ടി കിട്ടി അങ്കമാലി വരെ. അവിടുന്ന് കയറി 10 മണി ആയപ്പോഴേക്കും ഞാൻ വാഗമണ്ണെത്തി. ഞങ്ങൾ 10-10:30 ആയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഇരുന്നിട്ട് 4 മണി വരെ അദ്ദേഹം വചനം സംസാരിച്ചു. എന്നോട് സ്നാനം സ്വീകരിക്കണം എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ യേശുവിന്റെ നാമത്തിലാണ് പുതിയ നിയമത്തിൽ സ്നാനമെല്ലാം നടന്നിട്ടുള്ളത് ഷാജേട്ടാ എന്ന് പറഞ്ഞു. ദൈവം ഏകനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഞങ്ങൾ തമ്മിൽ വാദപ്രതിവാദങ്ങളൊന്നും ഉണ്ടായില്ല. തിരിച്ച് വീട്ടിലേക്ക് പോന്ന് അടുക്കും തോറും എനിക്ക് ഉള്ളിൽ ഒരു ഭാരം കയറി വന്നു. നേരം വെളുത്ത് ഞാൻ ആളെ വിളിച്ച് എനിക്ക് ഉടനെ സ്നാനം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് തരാൻ പറഞ്ഞു. അന്ന് ഒരു ചെറിയ കൂട്ടം നമ്മുടെ കൂടെയുണ്ട്, അവർക്ക് അടക്കം തരാൻ പറഞ്ഞു. അപ്പൊ അവര് ഒരു 2 ആഴ്ച അടുപ്പിച്ച് വീട്ടിൽ വരികയും പട്ടിക്കാട് വന്നു. അവര് എന്താണ് സ്നാനമെന്നും യേശുവിന്റെ നാമത്തിന്റെ സ്നാനത്തിന്റെ പ്രത്യേകത എന്താണെന്നും ദൈവം ഏകനാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവര് പഠിപ്പിച്ചു. അന്ന് ഇവര് പഠിപ്പിച്ച ഏകദൈവം ഇന്ന് നമ്മൾ പറയുന്നതല്ല, വേറൊരു കാര്യമായിരുന്നു അവർ പഠിപ്പിച്ചിരുന്നത്. എന്തായാലും വളരെ വ്യത്യാസം തോന്നി അതിനകത്ത്. അവരോട് കൂടെ ഏകദേശം ഒരു 4-5 വർഷം ഞാനും സഹകരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് പിന്നെ അത് ചെന്നഭിന്നമൊക്കെ ആയി പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേർപിരിഞ്ഞു പോകുന്നത്. ഈ യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഭാഗത്തേക്ക് വീണ്ടും മടങ്ങി വരാം. യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഞാൻ യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യം, എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവത്തെ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ച ഈ നഷ്ടങ്ങളുടെ കാരണം, ഈ കഷ്ടങ്ങളുടെ കാരണം, ഈ അനർത്ഥങ്ങളുടെ കാരണം എന്നൊക്കെ പലവരും ഇന്നും പറഞ്ഞു കേൾക്കാറുണ്ട് നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നിട്ടും. അങ്ങനെയുള്ളവരുടെ ഒരു ഉറപ്പിന് വേണ്ടി ഞാൻ എൻ്റെ അനുഭവം കൂടെ പറയാം. ഞാനൊരു 6 ഏക്കർ സ്ഥലത്തിന്റെ നടുക്ക് വീട് വെച്ച് കിടന്ന ആളാണ്. ഒരുവിധം സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിച്ചതാ. അതിനുശേഷം യേശുവിനെ അറിഞ്ഞതിന് ശേഷമായി എനിക്കിതെല്ലാം സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടത്. അതിന് കുറച്ച് കാരണങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ വീടിനടുത്തുള്ള ഒരു സഹോദരങ്ങളുമായിട്ട് ഞാൻ ഇച്ചിരി വഴക്കും ബഹളമൊക്കെ ആയി. അവരെന്നെ കൊല്ലുമെന്ന്, ഞാൻ അവരെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് നടന്നപ്പോൾ അമ്മയ്ക്ക് പേടിയായിട്ട് അങ്ങനെ സ്ഥലം വിറ്റത്. സ്ഥലം വിറ്റിട്ട് പിന്നെ വേറെ അധികം വാങ്ങലൊന്നും നടന്നില്ല. പിന്നെ ചേച്ചിമാരുടെ കല്യാണം നടത്തലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ കാശ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചൊക്കെ പോയി. അപ്പൊ പിന്നെ സ്ഥലമില്ലാതെയായി മാറിയപ്പോൾ ഞാൻ യേശുവിനോട് ആദ്യം ചോദിച്ച ചോദ്യം, ദൈവവിശ്വാസത്തിൽ വന്നതിന് ശേഷം, അതായത് ബെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നതിന് ശേഷം യേശുവിനോട് ചോദിച്ചത്, എൻ്റെ അപ്പന്റെ മുഖം കണ്ട് എനിക്ക് ഓർമ്മയില്ലാത്തപ്പോൾ എന്തിനാണ് എൻ്റെ അപ്പനെ എന്നിൽ നിന്ന് എടുത്തത്? ഈ ചോദ്യം കുറെ വർഷങ്ങൾ ചോദിച്ചു. അപ്പൊ യേശു എന്നോട് മറുപടി പറഞ്ഞത്, എനിക്ക് നിന്നെ ഇങ്ങനെ ആവശ്യമായിരുന്നു കുഞ്ഞെ. യേശുവിനെ എന്നെ ഇങ്ങനെ ആവശ്യമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അടുത്തൊരു ചോദ്യം ചോദിച്ചത്, 6 ഏക്കർ സ്ഥലത്തിന്റെ നടുക്ക് വീട് വെച്ചിരുന്ന എന്നെ 1 സെന്റ് സ്ഥലം പോലും ഇല്ലാതെ തെരുവിൽ യാചകനെ പോലെ നിർത്തിയത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോഴും യേശുവിന്റെ മറുപടി ഇതായിരുന്നു, എനിക്ക് നിന്നെ ഇങ്ങനെ ആവശ്യമായിരുന്നു. പിന്നെ എൻ്റെ ഒരു 16 വയസ്സ് മുതൽ ഒരു ഏകദേശം 20-25 വയസ്സ് വരെയുള്ള ആ കാലയളവില് എൻ്റെ ആ പ്രായമുള്ള ഒരു 10 ആളൊന്നും വന്നാൽ എന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല, ശാരീരികമായി കീഴ്പ്പെടുത്താൻ പറ്റില്ല. അത്രയ്ക്ക് ആരോഗ്യമായിരുന്നു. ഇപ്പൊ തമിഴ്നാട്ടിൽ വെച്ച് രാഷ്ട്രീയ വിരോധികൾ എന്നെ തല്ലി കൊല്ലാറാക്കി റെയിൽപാളത്തിലെടുത്ത് ക്രോസ് വെച്ചതാണ് ഞാൻ ചത്തു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി. ട്രെയിൻ വരുന്നതിന് 1 സെക്കൻഡ് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് വലിച്ച അപ്പുറത്തേക്ക് ഇട്ടു. ഞാൻ മരിച്ചില്ല എന്ന് മനസ്സിലായപ്പോ ഇവര് വീണ്ടും വന്ന് എന്നെ തല്ലി ട്രെയിൻ പോയതിനു ശേഷം. അപ്പൊ എൻ്റെ സുഹൃത്ത് എൻ്റെ മേൽ കമന്ന് കിടന്നിട്ട് പിന്നെ തടി മുഴുവൻ അദ്ദേഹം വാങ്ങിയത്. അദ്ദേഹം എപ്പോഴും ജീവനോടെ ഉണ്ട്, വടക്കഞ്ചേരിയിലുണ്ട്. റെജി എന്നാണ് ആളുടെ പേര്. ആളോട് ഞാൻ പോയി സുവിശേഷമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം വന്ന് എന്നെ രക്ഷിക്കുകയാണ് ചെയ്തത്. 4 ദിവസം കഴിഞ്ഞാണ് എനിക്ക് ബോധം വരുന്നത്. അന്ന് എൻ്റെ തണ്ടലില് ഇവര് ഇരുമ്പ് കട്ടയ്ക്കൊക്കെ ഇടിച്ചിട്ട് ഇന്നും എനിക്ക് അധികം നേരം നിൽക്കാൻ കഴിയില്ല. വചനവുമായിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും നിൽക്കാം, അല്ലാണ്ട് എനിക്ക് ഒരു സെക്കൻഡ് പോലും വേദന വരും. യേശുവിന്റെ വചനവുമായിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും നിൽക്കാൻ വേദന അറിയില്ല ഞാൻ. അപ്പൊ യേശു അന്ന് ചെയ്തൊരു പ്രവൃത്തി, യേശു എന്നിൽ നിന്ന് 3 കാര്യം എടുത്തു മാറ്റി. 1, എൻ്റെ സമ്പത്ത് എടുത്തു മാറ്റി, അന്നത്തെ സമ്പത്ത്. 2, എൻ്റെ ആരോഗ്യത്തെ അങ്ങ് കളഞ്ഞു, അതായത് അതിര് കടന്ന ചങ്കൂറ്റത്തെ അങ്ങ് കളഞ്ഞു.
ഫസ്റ്റ് ചെയ്തത് എൻ്റെ പിതാവിനെ എടുത്തു മാറ്റി. അപ്പൊ അപ്പനെ കൊന്നിട്ടാണോ മോനെ നേടുന്നത് എന്നൊക്കെ ചിലവർ ചോദിച്ചേക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ യേശുവിന് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. കാരണം എൻ്റെ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ മാർഗത്തിലേക്ക് വരാൻ അപ്പൻ അനുവദിക്കില്ല. അത് യേശുവിന് അറിയാം. നമ്മുടെ യുക്തിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പൻ ഒരിക്കലും തടസ്സമാവില്ല, അപ്പനെ കൊന്നിട്ടല്ല മോനെ എടുക്കുക എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ആ വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു. ഇന്ന് എനിക്ക് ആ നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ ലാഭമാണെന്ന് യേശു ബോധ്യപ്പെടുത്തി തന്നു. ഇങ്ങനെ യേശുവിനെ അറിയാൻ ഇടയായത് യേശു ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇടപെട്ടു. അതിന് ഓരോ സ്റ്റെപ്പുകൾ യേശു വെച്ചിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇരിഞ്ഞാലക്കുട ഒരു വീട്ടിൽ പ്രയർ നമ്മുടെ ചർച്ചുമായി ബന്ധപ്പെട്ടൊരു കൂട്ടായ്മ നടത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ ഉപമ ഞാൻ പറഞ്ഞതാ. അതായത് പല കുളത്തിൽ കിടന്നവരാണ് നമ്മളെല്ലാം ഈ കുളത്തിൽ നിന്ന് ദൈവം എടുത്തു, എന്നിട്ട് സമുദ്രത്തിലേക്ക് കൊണ്ട് ഇപ്പൊ ഇട്ടു. അപ്പൊ കുളത്തിൽ നിന്ന് എടുത്ത് നേരെ സമുദ്രത്തിലേക്ക് കൊണ്ട് ഇടുകയല്ല യേശു ചെയ്തത്. അതായത് പാപത്തിന്റെ അഴുക്ക് ചാലിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മളെ കയറ്റി യേശു ഒരു കുളത്തിലേക്ക് ഇട്ടു. നേരെ സമുദ്രത്തിലേക്ക് കൊണ്ടിടാൻ പറ്റില്ല. അപ്പൊ നമ്മളെ എല്ലാം പല ഘട്ടങ്ങളായിട്ട് പണിതെടുക്കുകയായിരുന്നു യേശു. എന്നെയും അങ്ങനെ തന്നെ പണിതെടുക്കുകയായിരുന്നു. വിവിധ സ്ഥലങ്ങളിലൂടെ, വിവിധ സംഘടനകളിലൂടെ കടത്തി വിട്ടിട്ട് യേശു എന്നെ പണിതെടുത്ത് യേശുവിന് പ്രയോജനമുള്ള ഒരു പാത്രമാക്കി മാറ്റുക എന്നത് യേശുവിന്റെ ഒരു പദ്ധതിയായിരുന്നു. അത് ചെയ്തേ മതിയോ. അപ്പൊ വ്യത്യസ്തമായ രീതിയിലായിരിക്കും നമ്മളെ ഓരോരുത്തരും യേശു തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഞാൻ ആ ഭാഗം അവിടെ കട്ടാക്കുകയാണ്. അതിനിടയ്ക്ക് ഒത്തിരി എന്നെ പല ഘട്ടത്തിലായിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചു. 3 വട്ടം എന്നെ വധിക്കാൻ ശ്രമിച്ചതാണ്. ഈ 3 തവണയും യേശു രക്ഷിച്ചു. യേശുവാണ് രക്ഷിച്ചതെന്ന് ഇന്നാട്ടോ ഞാൻ അറിയുന്നത്. യേശുവിനെ അറിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. കുഞ്ഞെ, എനിക്ക് നിന്നെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ വിട്ടുകൊടുക്കാതിരുന്നതാ. അല്ലെങ്കിൽ എൻ്റെ ധാരണ അന്ന് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ എന്തൊക്കെയോ അസാധാരണമായ ആമാനുഷികമായ ശക്തി കൊണ്ടൊക്കെ ഞാൻ രക്ഷപ്പെട്ടതാണെന്നായിരുന്നു ഞാൻ അന്ന് ചിന്തിച്ചിരുന്നത്. യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞപ്പോൾ മനസ്സിലായി, എൻ്റെ ഒരു കഴിവ് കൊണ്ടുമല്ല, എൻ്റെ ഒരു യോഗ്യത കൊണ്ടുമല്ല, യേശുവിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു. യേശുവിന്റെ ഇരുന്നു. കാരണം യേശുവിന് വേണ്ടി സത്യം പറയുവാൻ എൻ്റെ നാവ് ആവശ്യമായിരുന്നു, എൻ്റെ ശരീരം ആവശ്യമായിരുന്നു, എന്നെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് യേശു തെരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ ഈ നിമിഷം വരെ യേശു നിർത്തിയത് കൊണ്ടും നിൽക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും യേശു തെരഞ്ഞെടുക്കുക വ്യത്യസ്ത വഴികളിലൂടെയായിരിക്കും. എന്നെ തെരഞ്ഞെടുത്ത പോലെ ആയിരിക്കില്ല മറ്റൊരാളെ തെരഞ്ഞെടുക്കുക. ചിലപ്പോൾ ഒരാളെ വെറുതെ വിളിച്ചാൽ മതിയായിരിക്കും. പത്രോസിനെയൊക്കെ വെറുതെ വിളിക്കുകയാണ് ചെയ്ത്. എന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞ അപ്പൊ തന്നെ അപ്പനെയും വള്ളവും വലയൊക്കെ വിട്ട് അനുഗമിച്ചു. പക്ഷെ എന്നെ അങ്ങനെ വിളിച്ചാൽ പോവില്ല എന്ന് യേശുവിന് അറിയാം. അതുകൊണ്ട് യേശു പല ഘട്ടങ്ങളായി പല വഴിക്ക് കടത്തിവിട്ടു. ത്രിത്വ ആരാധനയിലാണ് ഞാൻ ദൈവവിശ്വാസത്തിലേക്ക് ആദ്യമായി വരുന്നത്, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്. ആ ത്രിത്വം പിന്നെ തെറ്റാണെന്ന് മനസ്സിലായി, ത്രിത്വ സ്നാനം തെറ്റാണെന്ന് മനസ്സിലായി. അതിനുശേഷം പിന്നെ പോയത് വാഗമണ്ണുള്ള സഹോദരന്മാരുടെ കൂടെയാണ്. അവിടെ യഹോവയാണ് ദൈവം. അപ്പൊ തന്നെ അവർ യഹോവ സാക്ഷികളുമല്ല, യഹോവ സാക്ഷികളല്ല, പക്ഷെ അപ്പൊ തന്നെ യേശുനാമക്കാരല്ല. ഇത് രണ്ടുമല്ലാത്ത ഒരു പ്രത്യേക കൂട്ടം. ഒരു കുറച്ചു കാലമൊക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എൻ്റെ ഉള്ളിൽ ചില അസ്വസ്ഥതകൾ കടന്നു വന്നു, ചില ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ കടന്നു വന്നു. കാരണം ഇവരിൽ തന്നെ പലവരിലും പല പ്രശ്നങ്ങൾ. ദൈവം വാസ്തവമായി വസിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നു? അങ്ങനെ മൂവാറ്റുപുഴ വെച്ച് നടന്ന ഒരു കൂട്ടായ്മയിൽ വെച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നു. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, കർത്താവ് എല്ലാം കഴിഞ്ഞ് പുത്രൻ രാജ്യം പിതാവിനെ ഏൽപ്പിച്ച് താനും പിതാവിനെ കീഴടങ്ങി ഇരിക്കുമെന്ന്. ഈ ഒരു ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വന്നു. എൻ്റെ ചോദ്യം ഇതായിരുന്നു, അന്ന് 2 സിംഹാസനം ഉണ്ടാകുമോ? അവിടെ 2 വ്യക്തികൾ ഉണ്ടാകുമോ? 2 സിംഹാസനത്തിൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും ഉണ്ടാകുമോ? അല്ലെങ്കിൽ അന്ന് എന്താണ് സംഭവിക്കുക? പുത്രൻ പിതാവിനെ കീഴടക്കി ഇരിക്കുമെന്ന വചനത്തിന്റെ അർത്ഥം എന്താണ്? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ക്രമേണ അവരുമായിട്ട് വിട്ട കൂട്ടം തന്നെ ഇപ്പൊ ഇല്ലാതെയായി. അതിനുശേഷം ഈ ചോദ്യമായിട്ട് ഞാൻ ഒരുപാട് അലഞ്ഞു, ഒരുപാട് ആളുകളോട് സമീപിച്ചു. ബൈബിൾ പഠിതാക്കളെന്നും ബൈബിൾ പഠിപ്പിക്കുന്നവരെന്നും വിശ്വസിച്ച ആളുകളുടെ അടുത്ത് തന്നെ പലവരും മുട്ടായുക്തി ഉത്തരങ്ങളാണ് പറയുക. അതല്ലെങ്കിൽ ഇത് പൂർവ്വപിതാക്കന്മാർ അന്വേഷിച്ച് മടുത്തതാണെന്നാണ് പറയുക. അപ്പൊ പിന്നെ ഞാൻ ഒരു അന്വേഷണം നടത്താൻ കർത്താവ് കൃപ തന്നു. ആരാണ് ഈ പൂർവ്വപിതാക്കന്മാര്?
ഇവര് പറയുന്ന പൂർവ്വ പിതാക്കന്മാര് ഇവിടെ ബന്ധക്കോസ സംഘടനകൾ സ്ഥാപിച്ച പിതാക്കന്മാരെയാ പറയുന്നത്. അവരെ അന്വേഷിച്ചു കഴിഞ്ഞാൽ എവിടെയും എത്തില്ല എന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ബൈബിളിലെ പൂർവ്വ പിതാക്കന്മാരെ ആരാണെന്ന് അന്വേഷണം ആരംഭിച്ചു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, അത് അപ്പോസ്തലന്മാരാണ് പുതിയ നിയമസഭയുടെ പിതാക്കന്മാരെന്ന്. അവിടെ വെച്ച് ദൈവം ചെറിയൊരു വെളിച്ചം തന്നു. യേശു, അതായത് പഴയ നിയമത്തിൽ നിഴലായിരിക്കുകയും പുതിയ നിയമത്തിൽ പൊരുളായി മാറുകയും ആദിമസഭയായ അപ്പോസ്തലന്മാർ അത് ചെയ്യുകയും അത് ലേഖനങ്ങളിൽ ഉറപ്പിക്കുകയും ചെയ്തത് മാത്രമേ പുതിയ നിയമസഭ എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്ന ഒരു ചെറിയ വെളിച്ചം കർത്താവ് തന്നു. അപ്പോഴും അത്രയേ കിട്ടിയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കോവിഡ് എന്ന മഹാമാരിയൊക്കെ വരുന്നത്. ഇത് വന്നപ്പോ ഞാൻ എൻ്റെ നിഷ്കളങ്ക മനസ്സിൽ ദൈവത്തിനോട് ഒരു ചോദ്യം ചോദിച്ചു. കർത്താവേ, പണ്ട് കാലത്ത് ലോകത്തിന് വലിയൊരു അനർത്ഥമൊക്കെ വരുന്നുവെങ്കിൽ, മഹാമാരിയൊക്കെ വരുമെങ്കിൽ അത് അറിയിക്കാൻ പ്രവാചകന്മാരെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പഴയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോഴൊക്കെ കാണാം. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മഹാമാരി ലോകം മുഴുവൻ വരുന്നു എന്ന് മുൻകൂട്ടി അറിയിക്കാൻ ഭൂമിയിൽ ദൈവത്തിന് ഒരു പ്രവാചകനും ഉണ്ടായില്ലേ എന്നായിരുന്നു എൻ്റെ ചോദ്യം. ആ ലിസ്റ്റിൽ ഞാനും പെട്ടല്ലോ. ഞാനും ഇല്ല. എന്നോടും അറിയിക്കാൻ ദൈവത്തിന് വിശ്വസ്തനായ ഒരാളല്ലായിരുന്നു ഞാൻ. എന്നെ അറിയിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെയും അറിയിച്ചിട്ടില്ല. അവിടെ നിന്നാണ് ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങിയത്. ഈ പുറത്തുള്ള അന്വേഷണം നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ഉത്തരം അരുളുമെന്ന വചനത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ തുടങ്ങി. ചോദ്യം തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരു സത്യം തിരിച്ചറിഞ്ഞത്, ബാക്കി ആർക്കും നമ്മളെ ചതിക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ കാണിച്ചും ചപ്പടവിധികളൊക്കെ കാണിച്ച് അവരുടെ ഈ ലോകത്തെ പരിജ്ഞാനവും വിദ്യാഭ്യാസവും ഒക്കെ വെച്ചിട്ട് നമ്മുടെ വായടയ്ക്കാനും ചോദ്യങ്ങൾക്ക് ചില ഉത്തരം തരാനൊക്കെ പറ്റും. പക്ഷെ ഒരിക്കലും പരിശുദ്ധാത്മാവ് വ്യാജം പറയില്ല. യേശു നമ്മളെ തെറ്റായ വഴിക്ക് നയിക്കില്ല. അതുകൊണ്ട് തന്നെ ചോദ്യം തുടങ്ങി. യേശു തന്നെ കുറെ ഉത്തരങ്ങൾ തന്നു. വചനം ഒരിക്കലും വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് ആദ്യമായി കർത്താവ് ഒരു വെളിപാട് തന്നു. വചനം പൊരുൾ വേർതിരിക്കുക അത്രേ ചെയ്യേണ്ടത് എന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുകയാണ്. വചനം വ്യാഖ്യാനിച്ചത് കൊണ്ടാണ് ഈ കാണുന്ന, നമ്മൾ ഇന്ന് കാണുന്ന ഈ കൂണ് പോലെ ദൈവസഭ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അവനവനെ കിട്ടി ഒരു വ്യാഖ്യാനം കൊടുത്തു. ഉടനെ ഞാനൊരു ചർച്ച തുടങ്ങി. അതിനെ ദൈവസഭ എന്ന് പേരിട്ടു. ദൈവം സത്യത്തിൽ അറിയില്ല ഇതിനൊന്നും. അപ്പൊ ഇതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല, പൊരുളാണ് തിരിക്കേണ്ടതെന്ന് മനസ്സിലായപ്പോ പിന്നെ നമ്മൾ വചന വ്യാഖ്യാനം നിർത്തി വചനത്തിന്റെ പൊരുൾ തിരിച്ചു തുടങ്ങി. അതിനുശേഷമാണ് എൻ്റെ വർഷങ്ങളിൽ നീണ്ടു നിന്നൊരു ചോദ്യം, ആരാണ്? യഹോവയാണോ ദൈവം? യേശുവാണോ ദൈവം? അതായത് രണ്ടും ഒന്നാണോ? അവസാനം രാജ്യം പുത്രൻ പിതാവിനെ ഏൽപ്പിച്ചിട്ട് പുത്രൻ കീഴടങ്ങി ഇരിക്കൂ എന്ന് പറയുന്ന അവിടെ രണ്ട് സിംഹാസനം ഉണ്ടാകുമോ? ഈ ചോദ്യത്തിന് പരിശുദ്ധാത്മാവ് തന്നെ ഒരു ഉത്തരം തന്നു. ആദിയിൽ എന്തായിരിക്കുന്നോ അത് അനാദിയിൽ സംഭവിക്കും. ആദിയിൽ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വസിച്ചു പാർത്തു. വചനം ജഡമായി തീർന്നു. അപ്പൊ ഈ യേശു തന്നെ മറിയത്തിന്റെ ഉദരത്തിലേക്ക് ഒരു വചനം അയച്ച് ഒരു ജഡത്തെ ഉരുവാകപ്പെട്ട ജഡത്തിലേക്ക് ആത്മസ്വരൂപനായ യേശു പ്രവേശിച്ചു. മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടു. പാപത്തിന് പരിഹാരം വരുത്തി. അതിനുശേഷം ഇനി 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞ് യേശു പിതാവും ആദ്യം എങ്ങനെയായിരുന്നോ അങ്ങനെ ഒന്നായിരിക്കും. ഒരൊറ്റ ദൈവമേ ഉള്ളൂ. യേശു ആണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന യഹോവയും അതേ യേശു തന്നെയാണ് പുതിയ നിയമത്തിൽ കാണുന്ന യേശു കർത്താവും. പഴയ നിയമത്തിൽ യഹോവ എന്ന് വെളിപ്പെട്ടു. പുതിയ നിയമത്തിൽ വന്നപ്പോൾ പഴയ നിയമത്തിൽ യഹോവ വെളിപ്പെടുത്താതിരുന്ന യഹോവയുടെ ഒരു പേരാണ് യേശു എന്ന പേര്. അത് പുത്രനെ കൊടുത്തതാണ്. അതേ പേര് തന്നെയാണ് പരിശുദ്ധാത്മാവിനെയും കൊടുത്തത്. ഈ ഏക ദൈവമാണ് സത്യദൈവം എന്ന ബോധ്യം കർത്താവ് തരാൻ ഇടയായി. ഈ ബോധ്യം കിട്ടി കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് ബാക്കിയെല്ലാം ചപ്പും ചവറും എണ്ണണ്ടി അവസ്ഥ വന്നു. ഈ ബോധ്യം കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ചപ്പും ചവറിനും ചുവന്നുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. ഈ ബോധ്യം കിട്ടി കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങള് അത് പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെ നിലവിൽ ഞാൻ തൃശ്ശൂർ ഒരു സംഘടനയുമായി സഹകരിക്കുന്നുണ്ടായിരുന്നു. അവരുമായിട്ട് മറ്റ് അവരുടെ കയ്യിൽ നിന്ന് സപ്പോർട്ടോ ഒന്നും വാങ്ങുന്നുണ്ടായിരുന്നില്ല. ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി മാത്രം. പിന്നെ അവരുമായിട്ട് അടുത്ത കാലത്ത് ഞാൻ വിട പറഞ്ഞു. അതിലെ അവിടെ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റർ, ഒരു ആന്റിക്കുമാണ് നമ്മൾ സ്നാനം നൽകാൻ ഇടയായത്. അപ്പൊ അവിടെ കൊണ്ട് ഇതിനും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു.
കാരണം അവിടെ നിന്ന് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ഉപയോഗിച്ചു. അവിടെ പോയിട്ട് അവിടെ നമ്മൾ അഡിക്റ്റ് ആയില്ല. നമ്മളെ അവിടെ കീഴടക്കാൻ അവിടുത്തെ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. കാരണം യേശു നമ്മുടെ അകത്തൊരു വിത്ത് ഇട്ടിരുന്നല്ലോ. അതുകൊണ്ട് ഇതിനെ യേശു അകത്ത് തന്നിരിക്കുന്ന ഈ വിത്തിനെ കെടുത്തി കളയാൻ ലോകത്ത് ആർക്കും കഴിയുകയില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ യേശുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെക്കുറിച്ച് തന്നെ ശക്തമായി പഠിപ്പിക്കാനും, യേശുവിന്റെ നാമത്തിലാണ് സകലതും. ഒരു ഗ്ലാസ് വെള്ളം പോലും ചോദിക്കണമെങ്കിൽ അത് യേശുവിന്റെ നാമത്തിൽ ചോദിച്ചാൽ തന്നെ കിട്ടുകയുള്ളൂ എന്നുള്ള ബോധ്യം വന്നു. എവിടെയും യേശുവിന്റെ നാമമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ബോധ്യം കർത്താവ് തന്നു. ഇപ്പൊ കൂടുതൽ ഒരു ആത്മീയ ധൈര്യം നമുക്ക് കിട്ടി. അതിനൊപ്പമാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു പ്രവാചകൻ പോലും കർത്താവെ ഭൂമിയിൽ ഇല്ലാതെ പോയോ എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെയും വിശ്വസ്തനല്ലായിരുന്നു. ഇപ്പോൾ കർത്താവ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഇപ്പൊ പോകുന്ന വീടുകളിലും വ്യക്തികളിലും ഒക്കെ എവിടെ വിളിച്ചാലും അവിടെ പോയി അവരുടെ വീടുകളിലുള്ള നമ്മൾ കാണാത്ത ആളുകളുടെ പേരും അവരുടെ രോഗങ്ങളും അവരുടെ കാരണങ്ങളും ഒക്കെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു തുടങ്ങി, വെളിപ്പെടുത്തി തുടങ്ങി. ഇതെല്ലാം ദൈവനാമ മഹത്വത്തിനെയാണ്, യേശുവിന്റെ നാമം ഉയർത്താൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മൾ പോകുന്ന സ്ഥലത്ത് ഭൂതത്തെ പുറത്താക്കി വരികയല്ല ചെയ്യുന്നത്. കാരണം ഭൂതത്തെ പുറത്താക്കി വീണ്ടും സാത്താനെ ആരാധിക്കാൻ നമ്മൾ ഭൂതത്തിനെ പുറത്താക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഇവരോട് സുവിശേഷം പറഞ്ഞിട്ട് ശേഷമാണ് നമ്മൾ ഭൂതത്തെ പുറത്താക്കുക അല്ലെങ്കിൽ രോഗാത്മാവിനെ ശാസിക്കുകയോ ചെയ്യുന്നത്. ഞങ്ങൾ ഇന്ന് പോയ ഭവനത്തിലും അവര് മൊത്തം കുടുംബവും അവിടെ കൂടിയിരുന്നു. അപ്പൊ ഇന്ന് പോയ ഭവനത്തിലും നമ്മൾ യേശുവിന്റെ നാമത്തെക്കുറിച്ചുള്ള സുവിശേഷവും യേശുവിന്റെ നാമത്തിലെ പാപമോചന സ്നാനത്തെക്കുറിച്ചും പറഞ്ഞതിന് ശേഷമാണ് അവരുടെ വിഷയത്തിന്റെ മേൽ കൈവച്ചത്. അവരുടെ വീട്ടിൽ അനേകരുടെ പേര് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. അത് പറഞ്ഞു. അവർക്ക് അവരുടെ തകർച്ചയ്ക്ക് വരാനുള്ള കാരണവും പരിശുദ്ധാത്മാവ് സംസാരിച്ചു. അതിനുശേഷമാണ് നമ്മൾ യേശുവിന്റെ നാമത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. നമ്മൾ ആദ്യം ഇവരുടെ വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. യേശു സമരിയക്കാരി സഹോദരിയോട് പറഞ്ഞതുപോലെ, നീ പറഞ്ഞ സത്യമാണ്, നിനക്ക് ഇപ്പോൾ ഭർത്താവില്ല, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനും ഭർത്താവല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഇവരുടെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തിയതിന് ശേഷം പിന്നെ നമ്മൾ പറയുന്നത് ഇവർ കേൾക്കും. ഇവിടെ ഈ ഒരു അധികാരം നമുക്ക് ആവശ്യമാണെന്നുള്ള കാര്യവും എന്നെ കർത്താവ് ഈ നാളുകളിൽ പഠിപ്പിച്ചു. കാരണം നമുക്ക് അധികാരമില്ലാതെ ഇന്ന് കള്ളപ്രവാചകന്മാര് അനേകർ ഇനി ഇതിലൊക്കെ അപ്പുറം നടക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക്, യഥാർത്ഥ ദൈവമക്കൾക്ക് സ്വർഗീയ അധികാരം വേണം. ഈ അധികാരം ഒരുപക്ഷെ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. ചർച്ചില് ഒരാൾക്ക് ഒരു അധികാരത്തിന്റെ വരമാണ് തരുന്നതെങ്കിൽ, വീര്യപ്രവർത്തിയുടെ വരമാണ് തരുന്നതെങ്കിൽ, അടുത്തൊരാൾക്ക് പ്രവചന വരമായിരിക്കും, അടുത്ത ഒരാൾക്ക് രോഗശാന്തി വരമായിരിക്കും, അടുത്ത ഒരാൾക്ക് വചനത്തിൽ നിന്ന് പ്രബോധിപ്പിക്കാനുള്ള വരമായിരിക്കും. ഇത് പരസ്പരം ഞാൻ ജോസ് പാസ്റ്റർ അടുത്ത് കോട്ടയത്ത് വന്നപ്പോൾ ഞാൻ അന്ന് ചോദിച്ച ഒരു കാര്യം ഉണ്ടായത്. ഞാനിങ്ങനെ ചോദിച്ച, പാസ്റ്റർ നേതൃത്വം നൽകുന്ന ഞാൻ പറഞ്ഞത് പാസ്റ്ററുടെ ചർച്ച എന്നാ പറഞ്ഞത്. പാസ്റ്റർ അപ്പം വേഗം തിരുത്തി, എന്റെ ചർച്ച അല്ല, യേശുവിന്റെ ചർച്ച എന്ന്. എനിക്കത് ഒത്തിരി സന്തോഷവും തോന്നി. കാരണം ചർച്ച നമ്മുടെ ആരുടെയും അല്ല, കർത്താവിന്റെ ചർച്ചയാണ്, കർത്താവിന്റെയാണ് സഭ. അപ്പൊ ഞാൻ ചോദിച്ചത് ഇതായിരുന്നു, ആ സഭയിൽ ഒരാളെ, നിലവിലുള്ള ഒരു വിശ്വാസിയെ ദൈവം അങ്ങ് അഭിഷേകം ചെയ്ത് പ്രവാചകനായി എഴുന്നേൽപ്പിച്ചാൽ അദ്ദേഹത്തെ ആ ശുശ്രൂഷ ചെയ്യാൻ പാസ്റ്റർ അനുവദിക്കുമോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അന്ന് പാസ്റ്റർ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു, അത് കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, ഞാൻ കർത്താവിന്റെ ശരീരത്തിൽ ഒരു അവയവം മാത്രമാണ്. അടുത്തൊരു സഹോദരനെയാണ് അങ്ങനെ ഒരു ശുശ്രൂഷ കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് വിലക്കാൻ എനിക്ക് അനുവാദമില്ല, ഞാനത് അംഗീകരിക്കും. എനിക്കതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞങ്ങളന്ന് വാഗമണ്ണ് പോയപ്പോൾ അവരും എന്നെ ഫസ്റ്റ് പരിചയപ്പെട്ട ഉടനെ കുറച്ച് വീര്യപ്രവൃത്തിയൊക്കെ വെളിപ്പെട്ടപ്പോൾ ഇവർ പറഞ്ഞു, ദൈവസഭയ്ക്ക് ഒരു പ്രവാചകനെ കിട്ടിയെന്ന്. അപ്പം പ്രവാചകൻ തെറ്റ് കണ്ടാ മിണ്ടാതിരിക്കില്ലല്ലോ, അത്യാവശ്യം തിരുത്തുമല്ലോ. ഈ തിരുത്തി തുടങ്ങിയപ്പോൾ ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നു. അതായത് നല്ലത് മാത്രം പറയുന്ന പ്രവാചകനെ എനിക്ക് അറിഞ്ഞുകൂടാ. ബൈബിളില് ഈ കാറ് കിട്ടും, വീട് കിട്ടും, അല്ലെങ്കിൽ മക്കളുടെ ഭാവിയെ കുറിച്ച് ഇതൊക്കെ ഇത് മാത്രം പറയുന്ന ഒരു പ്രവാചകനെ എനിക്ക് അറിഞ്ഞുകൂടാ. കൂടുതലും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ ആ ഒരു വ്യക്തിയോട് പ്രവചിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിലുള്ള വചനം എങ്ങനെ പറയുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും പ്രവചനത്താൽ ഹൃദയത്തിൽ കുത്തുകൊണ്ട് നിങ്ങളിൽ ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് അവൻ മാനസാന്തരപ്പെടുമെന്ന്. അപ്പം ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നത്,
ഹൃദയത്തിൽ ഏതെങ്കിലും കപടം ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പ്രവചിച്ച് പറയേണ്ടത്. സഹോദര സഹോദരി, ഇങ്ങനെ ഒരു ബലഹീനത നിങ്ങളിലുണ്ട്, ഇത് വിട്ടുപേക്ഷിക്കണം, ഇത് ദൈവമക്കൾക്ക് യോഗ്യമല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റിയൊരു കുഴപ്പമായിരുന്നു. അത് പറഞ്ഞപ്പോൾ അംഗീകരിക്കാതെ വന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാം കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ എൻ്റെ കഴിഞ്ഞ കാല ജീവിതം ഞാൻ പരിശോധിച്ചു കഴിഞ്ഞാൽ, അപ്പനുണ്ടായിരുന്ന ഒരു കാലഘട്ടം സമൃദ്ധിയുടെ ആയിരുന്നു. അത് കഴിഞ്ഞാൽ പരമദരിദ്രമായിരുന്നു. പല സ്ഥലത്തും നല്ലൊരു വസ്ത്രമില്ലാതെ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇത് ആരാന്ന് ചോദിച്ചപ്പോ, ഞാനിപ്പോ അത് ലൈവ് പോകുന്നത് കൊണ്ട് അവരുടെ പേര് പറയുന്നില്ല, എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ റിലേറ്റീവ്, ഒരിക്കലും പറയാൻ പാടില്ലാത്ത അത്ര അടുപ്പമുള്ള എൻ്റെ വേണ്ടപ്പെട്ട ഫാമിലി പറഞ്ഞു, ഇതെന്റെ അയൽവക്കത്തെ കുട്ടിയാണെന്ന്. അപ്പൊ 10, 12, 15 വയസ്സുള്ള ഒരു മോന്റെ മുഖത്ത് സാന്നിധ്യത്തിൽ വെച്ച് ഒരു കല്യാണ വീട്ടിൽ വെച്ച് നല്ല വസ്ത്രമില്ലാത്തതിന്റെ പേരിൽ ഇത് അയൽവക്കത്തെ കുട്ടിയാണെന്ന് പറയുമ്പോ എത്ര കണ്ട് മുറിവേറ്റിട്ടുണ്ടാവും. അതുകൊണ്ടാ യേശു എന്നോടും എനിക്കുള്ള കൽപ്പനയും, മുറിവേറ്റവരെ, എല്ലാവരും ഉപേക്ഷിച്ചവരെ, എല്ലാവരും കൈവിട്ടവരെ, അങ്ങനെയുള്ളവരെ ചേർത്താൻ. തൃശ്ശൂർ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തുടങ്ങിയ ഒരു പ്രാർത്ഥനയാണ്, കർത്താവെ അനാഥരെയും വിധവരെയും നിർധനരെയും ആലയത്തിൽ കൊണ്ടുവരണമേ എന്ന്. ഈ പ്രാർത്ഥന തുടങ്ങി എൻ്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ഇപ്പൊ അദ്ദേഹം ഇല്ല. അപ്പൊ ഈ പ്രാർത്ഥന തുടങ്ങിയപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇത്രയും വർഷമായാലും ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? സഭയിൽ സമ്പന്നര് വന്നാലല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ, നമ്മളോ ദരിദ്രര്. ഞാൻ പറഞ്ഞു, ഈ പ്രാർത്ഥന എനിക്ക് ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ നിർത്തില്ല. കാരണം ഇത് യേശുവിന്റെ കൽപ്പനയാണ്, അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. ഇതാണ് സഭയ്ക്ക് തന്നിട്ടുള്ള കൽപ്പന. അനാഥരെയും വിധവകളെയും ദരിദ്രരെയും സാധുക്കളെയും നിങ്ങൾ മറക്കരുതെന്ന്. ബാക്കിയുള്ളവരുടെ ആത്മാവിനെയൊന്നും യേശുവിനെ വേണ്ടെന്നല്ല, വേണം. എന്നെ ഇതിലൂടെ കടത്തി വിട്ടത് എന്തിനാണ്? ഇങ്ങനെയുള്ളവരെ ഞാൻ ചേർത്തി പിടിക്കാനാണ്, ഇങ്ങനെയുള്ളവരെ ഞാൻ സംരക്ഷിക്കാനാണ്. എല്ലാവരും കൈവിട്ടവരെ. എനിക്ക് അടുത്ത കാലത്ത് ഒരു അനുഭവം ഉണ്ടായി. ഒരു വീട്ടിൽ ഞങ്ങൾ പോയപ്പോ, അവര് ബന്ദിക്കോസിൽ പോകുന്നവരാ. ആ വീട്ടിൽ പോയപ്പോ അവിടുത്തെ മോനെ സംസാരശേഷിയില്ല, ചെവിയും കേൾക്കില്ല, അവനെ മാനസികമായിട്ട് ചെറിയൊരു അസ്വസ്ഥയുണ്ട്. അപ്പൊ പോയ ചർച്ചില് സ്വോത്രം പറഞ്ഞ് ഇവൻ കൈ നീട്ടിയപ്പോ ഇവനെ കൈ കൊടുക്കാതെ പാസ് മറികടന്നു പോയി. അവിടുത്തെ സഹോദരന്മാരും അങ്ങനെ തന്നെ ചെയ്തു. ഈ മോൻ 38 വയസ്സുണ്ട് ഇവൻ അതിനുശേഷം പിന്നെ ചർച്ചിൽ പോയിട്ടില്ല. അപ്പൊ ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അവരോട് യേശുവിന്റെ നാമത്തിലെ സ്നാനത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. അതിനുശേഷം ഞാനും എൻ്റെ വൈഫും കൂടിയാ പോയത്. ഞാൻ അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തേ. ഞാൻ അവൻ എൻ്റെ ഒരു കൈ കൊണ്ട് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോ അവന്റെ 2 കൈ കൊണ്ട് എന്നെ മുറുക്കെ പിടിച്ചു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മളെ യേശു 2 കൈ കൊണ്ടും മുറുക്കെ പിടിച്ചത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് നമ്മൾ ആരും മറന്നു പോകരുത്. ആമേൻ. എത്ര കണ്ട് വചനത്തിൽ പ്രാഗൽഭ്യമുള്ളവരായി നമ്മൾ മാറിയാലും, എത്ര കൃപാവരങ്ങൾ നമുക്ക് തന്നാലും, ഇതെല്ലാം യേശുവിന്റെ ശരീരമായ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ്, അതിന്റെ കെട്ടുപണിക്ക് വേണ്ടി മാത്രമാണ്. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ തന്നെ പ്രയോജനമില്ലാത്ത ദാസന്മാരെന്ന് എണ്ണിക്കൊള്ളുക എന്ന തിരുവചനം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ വചനം നമ്മൾ മുറുകെ പിടിക്കണം. എല്ലാവരും ഉപേക്ഷിച്ചവരെ നമ്മൾ ചേർത്തി പിടിക്കണം. ഒരിക്കലും നമ്മളിൽ ഒരു സ്വയചിന്ത, ഞാനെന്ന മനോഭാവം വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. അത് ഞാനടക്കം ഞാൻ എന്നോട് ഏറ്റവും കൂടുതൽ ഞാൻ പറയേണ്ട ആളാണ്. എൻ്റെ നേരെയാണ് ഞാൻ വിരൽ ചൂണ്ടേണ്ടത്. എന്നിൽ ഒരിക്കലും ഒരു അഹങ്കാരം കടന്നു വരാതെ നോക്കണം. ഞാൻ എൻ്റെ കഴിഞ്ഞ കാലം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ അയൽവക്കത്ത് പണ്ട് ഞാൻ അനെക്സൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലൊക്കെ, അന്ന് കാലത്ത് അയൽവക്കത്ത് ഉണ്ടായിരുന്ന എൻ്റെ പ്രായമുള്ള കൂട്ടുകാരെ എൻ്റെ ഒപ്പം വിടില്ലായിരുന്നു അവരുടെ മാതാപിതാക്കൾ. എന്നെ കാണുമ്പോൾ വാതിലടയ്ക്കും. അങ്ങനെ ഒറ്റപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നെ അറിയാവുന്ന എൻ്റെ അയൽവക്കത്തെ പല എൻ്റെ സുഹൃത്തുക്കളും പിന്നീട് നീ എങ്ങനെ ഇങ്ങനെയായി മാറി? അവർക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാളെ മാറ്റാൻ കഴിയുന്നത് അഖിലാണ്ടത്തിൽ ഒരൊറ്റ നാമമേ ഉള്ളൂ, യേശു മാത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ മാറ്റാൻ കഴിയാത്തത് ഒന്നുമില്ല. ഞങ്ങളെ ഇപ്പോൾ ലൈവിൽ കേൾക്കുന്ന ആരെങ്കിലും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടാണ്, നിങ്ങളുടെ ജീവിത പങ്കാളികളെ കുറിച്ചോ, മക്കളെ കുറിച്ചോ, മാതാപിതാക്കളെ കുറിച്ചോ, നിങ്ങളുടെ മറ്റ് ദൈനംദിന വിഷയങ്ങളെ കുറിച്ചോ
ഇതിനെ എങ്ങനെ ഒരു പരിഹാരം, ഇതിനെ ആരും മാറ്റും എന്ന് നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ആ ചിന്ത ഇപ്പോഴേ യേശുവിൽ ഇട്ടുകൊള്ളുക. മനുഷ്യന് അസാധ്യം, ഇത് ദൈവത്തിന് സാധ്യമാണ്. എന്നെ പോലെ ഒരാളെ, എനിക്ക് ഇത് ലൈവ് പോകുന്നത് കൊണ്ട് പല സാക്ഷിയും ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തതാണ്, പലതും. കാരണം ദൈവത്തിന്റെ കോടതി എന്നെ വെറുതെ വിട്ടതാ. പിന്നെ നമ്മൾ പോയിട്ട് അങ്ങോട്ട് വടി കൊടുത്ത് അടി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇനിയുള്ള നാളുകളിൽ ഓടേണ്ടതാണ്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം, എന്നെ പോലത്തെ ഒരു പാവിയെ, പൗലോസ് പാവികളിൽ ഒന്നാമൻ എന്ന പേര് പൗലോസ് സ്വയം ഏറ്റെടുത്തത് കൊണ്ട് ഇനി എനിക്ക് രണ്ടാമന്റെ സ്ഥാനേ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള എന്നെ, തികച്ചും പാവത്തിന്റെ അഴുക്ക് ചാലിൽ മാത്രം നീന്തി കുളിച്ച എന്നെ, ഒരു കാലഘട്ടത്തില് കാലത്ത് 5:30 കട്ടൻ ചായ കുടിക്കുന്നതിന് പകരം മദ്യം കുടിച്ചിരുന്ന ഒരു കാലഘട്ടം. വൈകുന്നേരം ആകുമ്പോഴേക്കും ഏകദേശം 2-3 ബോട്ടിലൊക്കെ കഴിയും. അങ്ങനെ മദ്യവും, എന്നിട്ട് മദ്യം കുടിച്ചിട്ട് ലഹരി പിടിക്കാതെ കഞ്ചാവും വലിച്ച്, കഞ്ചാവ് വെള്ളവും തിളപ്പിച്ച് കുടിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും തലയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ, തലച്ചോറിനെ. കാരണം എന്താണെന്നറിയുമോ? യേശു അന്നേ കണ്ടിരുന്നു. ആരൊറ്റ റീസൺ, യേശു അന്നേ കണ്ടിരുന്നു. തണ്ടല് തല്ലി ഇരുമ്പ് കട്ടയ്ക്ക് വാരെ ഇടിച്ചിട്ട് എല്ലൊടിയാത്തത്, അത് സയൻസിനെ പോലും ചിന്തിക്കാൻ കഴിയാത്ത, എന്നെ പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് ഉള്ളിലെ ഇറച്ചി ചതഞ്ഞിട്ടും എന്തുകൊണ്ട് എല്ല് പൊട്ടിക്കില്ല. ഡോക്ടറുടെ സംശയം അതായിരുന്നു. കാരണം എല്ല് പാടില്ലായിരുന്നു. ഹല്ലേലൂയ. യേശുവിനെ എന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. ഇതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന, ഞങ്ങളെ ലൈവിൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ലോകത്ത് എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ആ ചിന്ത ഇപ്പോൾ എടുത്തു കളയുക. ഈ സെക്കൻഡിൽ നിങ്ങൾ യേശുവിനെ വിളിക്കുക. യേശുവേ എന്നെ രക്ഷിക്കണമേ, യേശുവേ എന്റെ കുടുംബത്തെ ഒന്ന് പണിയണമേ, യേശുവേ എന്റെ മക്കളെ ഇതിൽ നിന്നൊന്ന് വിടിവിക്കണമേ. യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് പാവങ്ങളെ കഴുകിക്കളയുമെങ്കിൽ തിരുവചനം പറയുന്നു, നീ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ. ഇതിന് മാറ്റമില്ല. ആകാശം ഭൂമിയും മാറിപ്പോയാലും യേശുവിന്റെ വചനത്തിന് ഒരു വള്ളിക്കും പുള്ളിക്കും മാറ്റം വരില്ല. ഞാൻ ജീവിക്കുന്ന സാക്ഷിയാണ്. സുവിശേഷമായിട്ട് ഇറങ്ങിയതിന് ശേഷം കോയമ്പത്തൂർ പണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച സ്ഥലത്ത് ഞാൻ ബൈബിളുമായിട്ട് ഒരിക്കൽ പോയി. എന്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു, പൊന്നു ഷാജി ദയവ് ചെയ്ത് ഇവിടെ വരരുത്, നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവര് കൊല്ലും, കാരണം നീ രാഷ്ട്രീയം വിട്ടു എന്ന് അവർക്കറിയാം, ഇനി രാഷ്ട്രീയ സപ്പോർട്ട് എനിക്കില്ല. ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ അന്ന് ആയുധങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് അതിലേറെ മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ടാണ് ഞാൻ വരുന്നത്. ഇവരെല്ലാം എന്റെ അടുത്ത് വരാൻ പേടിച്ചിട്ട് ഇവർ നോക്കി കടയോരങ്ങളിൽ നിന്നു. ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഞാൻ നടന്ന് ആ കോയമ്പത്തൂർ ഞാൻ താമസ സ്ഥലത്തൂടെ നടന്ന് ഞാൻ അങ്ങോട്ടും കൂടി 2-3 റൗണ്ട് നടന്നു. എന്നെ അന്ന് കൊല്ലാൻ ശ്രമിച്ച ഒരു സുഹൃത്ത്, ഒരു ഹൈന്ദവ സഹോദരൻ, ഒരു ചായക്കടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ പോയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മുരുകേശ് എന്നാ. ഞാൻ മുരുകേശ എപ്പിടി ഇരിക്കുക, നല്ല ഇരിക്കാന്ന് ചോദിച്ചു. നല്ല ഇരിക്കുക അയ്യാന്ന് പറഞ്ഞു. ഞാൻ ആരാന്ന് അവനെ മനസ്സിലായില്ല. അന്നത്തെ നക്സൽ ഷാജി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്നെ ആക്രമിക്കുമായിരുന്നു. പക്ഷെ അവിടെ സംഭവിച്ചത്, പഴയ ആയുധം കളഞ്ഞിട്ട് യേശു ഒരായുധം കയ്യിൽ തന്നു, വിശുദ്ധ ബൈബിൾ, സത്യവേദ പുസ്തകം. യേശു പറഞ്ഞു, ഇനി നിന്നെ ആരെങ്കിലും തൊടണമെങ്കിൽ സ്വർഗം കൽപ്പിക്കണമെന്ന്. പ്രിയപ്പെട്ട, അവന്റെ ബുദ്ധിയെ മറച്ചു കളഞ്ഞു. അവന്റെ മുമ്പിൽ പോയിരുന്ന് ഞാനാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ യേശു അവന്റെ ബുദ്ധിയെ മറച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് രാത്രി എന്റെ ഈ ഒരു സാക്ഷ്യം നിങ്ങൾ ഏറ്റെടുത്താൽ, എന്നെ മാറ്റിയ യേശു തീർച്ചയായും നിങ്ങളെ മാറ്റിയിരിക്കും. എന്നെ അല്ല കേട്ടോ ഏറ്റെടുക്കണ്ടേ, എന്നെ മാറ്റിയ യേശുവിനെ ഏറ്റെടുക്കണം. എന്നെ അല്ല നോക്കണ്ടേ, യേശുവിനെ നോക്കണം, യേശുവിൽ ആശ്രയിക്കണം. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഏക ദൈവമായ യേശുവിനെ വിളിക്കണം. യേശുവിന്റെ കൽപ്പനയായ ഏക പാപമോചന സ്നാനം അത് തന്നെ ഏറ്റാലേ നമുക്ക് പാവങ്ങൾ മോചിച്ചു കിട്ടുകയുള്ളൂ, വാക്തത്വമായ പരിശുദ്ധാത്മാവിനെ കിട്ടുകയുള്ളൂ, ശുദ്ധ മനസാക്ഷി കിട്ടുകയുള്ളൂ, കൂട്ടായ്മ ആചരിക്കാൻ കഴിയുള്ളൂ, അപ്പം നുറുക്കാൻ കഴിയുള്ളൂ, പ്രാർത്ഥന നടത്താൻ കഴിയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 9-31 തിരുവചനത്തിൽ പാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് തിരുവചനം പറയുന്നു. അപ്പൊ പാപമോചന സ്നാനം കിട്ടാത്തവരുടെ പ്രാർത്ഥന കേൾക്കുന്നത് ആരാണ്? ആ കേൾക്കുന്നതാണ് പൗലോസ് പറഞ്ഞ മറ്റൊരു യേശു. ആ യേശു അന്നേയുണ്ട് രംഗത്ത്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ബലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക. യേശുവിന്റെ നാമത്തിൽ പാപമോചന സ്നാനം കൽപ്പിക്കാതെ
യേശുവിന്റെ നാമത്തിലെ പാപമോചന സ്നാനം ഉപദേശിക്കാതെ, യേശു ഏക ദൈവമെന്ന് പഠിപ്പിക്കാത്ത ബാക്കി എല്ലാ ഉപദേശവും കൾട്ടാണ്, ദുരുപദേശമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ അവരിലൂടെ നടക്കും, ഒരു സംശയവും ഇല്ല, ഇതിലും വലുത് നടക്കും. പക്ഷെ യേശു അറിയില്ല, യേശു അറിയില്ല. വ്യക്തിപരമായിട്ട് നമ്മളെ യേശു അറിയണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മംഗലാപുരം പോയിപ്പോ അവിടെ വെച്ച് ഒരു മോളോട്, മോളെന്ന് പറയാൻ പറ്റില്ല, ഞാൻ മോളെന്നാ വിളിച്ചത്, പേരെന്താന്ന് ചോദിച്ചു. അവള് പറഞ്ഞു പേര് സ്നേഹയാണെന്ന് പറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചു, സ്നേഹമോൾക്ക് സ്നേഹമുണ്ടോ, യേശുവിനോട് സ്നേഹമുണ്ടോ? അപ്പൊ ആ സഹോദരി പറഞ്ഞു, യേശുവിനോട് എനിക്ക് സ്നേഹമുണ്ട്. ഞാൻ തിരിച്ചൊരു ചോദ്യം വീണ്ടും ചോദിച്ചു, ഇത് എപ്പോഴെങ്കിലും യേശു സഹോദരിയോട് പറഞ്ഞിട്ടുണ്ടോ? യേശു എപ്പോഴെങ്കിലും സഹോദരിയോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്? പ്രിയപ്പെട്ടവരെ, യേശു വ്യക്തിപരമായിട്ട് നമ്മളോട് സംസാരിക്കണം, യേശു വിളിക്കണം നമ്മളെ. ഇന്ന് അനേകരും ഇറങ്ങിയിരിക്കുന്നത് ഏതെങ്കിലും വിഷയമായിട്ട് ഏതെങ്കിലും സംഘടനയിൽ പോയാൽ അനവധി വട്ടം വിഷയം മാറിയില്ലെങ്കിൽ പിന്നെ അടുത്തത് പറയുന്നത് ദൈവവിളി ഉണ്ട് മോനെ നിനക്ക്, ഇറങ്ങിക്കോളാൻ പറയും. ഇവര് എവിടെയെങ്കിലും പഠിക്കും, ഇറങ്ങും ബൈബിളുമായിട്ട്. അത്തരം ആളുകളെ തടഞ്ഞിട്ടൊന്നും ലോകത്ത് നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ യേശു കൃത്യമായിട്ട് നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കും. യേശു പറയും നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ, യേശു വിളിക്കും, പേര് ചൊല്ലി വിളിക്കും. അങ്ങനെ തന്നെ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്, പേര് ചൊല്ലി വിളിക്കും. ആ വിളി കേൾക്കാതെ ആരും ദയവ് ചെയ്ത് ഈ വേല സ്വയമേ ഏറ്റെടുക്കരുത്. യേശു വിളിക്കണം, യേശു കൽപ്പിക്കണം, അപ്പോസ്തലന്മാരുടെ ഉപദേശം ഏറ്റെടുക്കണം. അവരുടെ കയ്യൊപ്പ് ശുശ്രൂഷകളെ കടന്നു വന്നത് അത് അങ്ങനെ തന്നെ ഇന്നും പോകുന്നു. കഴിഞ്ഞ 2024 വർഷമായിട്ടും യേശു മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന് പറഞ്ഞ ആ സഭ അന്നും ഇന്നും പാതാള ഗോപുര ശക്തികൾക്ക് ജയിക്കാൻ കഴിയാതെ ഇന്നും ലൈവായിട്ട് പോകുന്നു. ആ സഭയാണ് ഇന്ന് നിങ്ങൾ ലൈവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദം. ആ സഭയിലെ അവിടെ യേശുവിന്റെ ആത്മാവ് പകർന്നു തന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സഭയെ തൊടാൻ അഖിലാണ്ടത്തിൽ ആർക്കും കഴിയില്ല. തൊടണമെങ്കിൽ അതിന്റെ സമയമാകുമ്പോൾ ദൈവം കൽപ്പിച്ചോളൂ, അപ്പൊ തൊട്ടോട്ടെ. അതിനെ ഓർത്ത് നമ്മളൊന്നും ടെൻഷൻ അടിക്കണ്ട. അതിന്റെ സമയമാകുമ്പോൾ ദൈവം ചെയ്തോളും. ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ പ്രതിഫലമാണ് ഈ ഭൂമിയിൽ സമാധാനം, സന്തോഷവും യേശു തരുന്ന പ്രതിഫലമാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ സംതിങ് റോങ്. നമ്മൾ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഞങ്ങളെ കേൾക്കുന്നവരോട് ഏതെങ്കിലും മറ്റ് സംഘടനകളിലുള്ള ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബെന്തക്കോസ്ത മാർഗത്തിലോ മറ്റേതെങ്കിലും മാർഗത്തിലോ വന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രശ്നം മാറുന്നില്ല, എന്തുകൊണ്ട് ഈ ബാധ ഒഴിയുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ ഏക ഉത്തരം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5:18. 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവനോ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. അതിന്റെ ഉത്തരവുള്ളൂ. ജനനം ദൈവത്തിൽ നിന്നാണെങ്കിൽ ദുഷ്ടൻ തൊടുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് ജനിക്കാൻ ഈ എളിയ എന്നെയും എൻ്റെ കർത്താവ് സഹായിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്നിലേക്ക് പകരാൻ ദൈവം എന്നോട് കരുണ കാണിച്ചു. അപ്പോസ്തലന്മാരുടെ ഉപദേശം ഏറ്റെടുക്കാൻ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം ചെറിയൊരു വെളിച്ചം തന്നു. ഈ അന്ത്യകാലഘട്ടത്തിൽ ഏക ദൈവം യേശുവാണെന്നും ഏക സ്നാനം യേശുവിന്റെ നാമത്തിലാണെന്നും അപ്പോസ്തലന്മാരുടെ ഒരു കൂട്ടായ്മയുണ്ടെന്നും അങ്ങനെയുള്ള കൂട്ടായ്മകളുമായിട്ട് സഹകരിക്കണമെന്നും, കാരണം അത് സഹകരിച്ചില്ലെങ്കിൽ പിന്നെ ദൈവത്തിന്റെ ആത്മാവ്, ഏക കർത്താവ്, ഏക പ്രാർത്ഥന, ഏക വിശ്വാസം, ഏക സ്നാനം എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ലാതായി വരുമല്ലോ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളായിട്ട് ഇന്ന് ഈ ലൈവിൽ വരാനും കാരണം ഞങ്ങളും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഏക കർത്താവ്, ഏക ആത്മാവ്, ഏക വിശ്വാസം, ഏക സ്നാനം, ഇത് വിശ്വസിക്കുന്നവർ ലോകത്ത് എവിടെയുണ്ടെങ്കിലും, ഇത് സ്വീകരിക്കുന്നവര്, ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നവർ, അങ്ങനെ ജീവിക്കുന്നവര് എവിടെയുണ്ടെങ്കിലും കർത്താവെ ഞങ്ങൾ അവരുമായിട്ട് കൈകോർത്തുകൊള്ളാം. അവിടെ ശുശ്രൂഷകനായിരിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. അവിടെ സഭാമൂപ്പന്മാര് പറയുന്നത് അനുസരിച്ചിരുന്നു കൊള്ളാമെന്നാണ് ഞാൻ കർത്താവിനോട് പറഞ്ഞത്. അവസാനന്മാര് അത് തന്നെ പറയുള്ളൂ. കാരണം കർത്താവാണ് സഭയെ നയിക്കുന്നത്, നമ്മൾ ആരും അല്ലല്ലോ. കർത്താവ് നയിക്കുന്നിടത്തോളം കാലം നമുക്ക് ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യവുമില്ല. നമ്മൾ നയിക്കാൻ തുടങ്ങിയാൽ നമുക്ക് പേടി വരും, നമ്മൾ നയിക്കാൻ തുടങ്ങിയാൽ പ്രശ്നവും വരും. കർത്താവാണ് നയിക്കുന്നതെങ്കിൽ പ്രശ്നവും ഉണ്ടാവില്ല, പേടിക്കാനും കാരണവുമില്ല. വിശ്വാസികൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നു നമ്മൾ പേടിക്കണ്ട, കാരണം കർത്താവ് നോക്കിക്കോളും. അതൊക്കെ നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കണമെന്ന് മാത്രം.
അപ്പൊ ഇങ്ങനെ നക്സൽ പ്രവർത്തനത്തിൽ നിന്നും നിരീശ്വരവാദത്തിൽ നിന്നും ആരംഭിച്ചിട്ട് അവസാനം ഏക ദൈവത്തിലും യേശുവിന്റെ നാമത്തിലേക്കും എന്നെ കൊണ്ടുവന്ന, എന്നെ മാറ്റിയ ഒരു യേശു, ആ ഒരേ ഒരു യേശുവേ ഉള്ള, ഒരേ ഒരു നാമമേ ഉള്ളൂ, ആ ഒരൊറ്റ ദൈവമേ ഉള്ളൂ അഖിലാണ്ടത്തിൽ. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച, മാനവകുലത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ശൂന്യതയിൽ നിന്ന് ഇതിനെ വിളിച്ചു വരുത്തിയ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. ആ ഒരു നാമമേ ലോകത്തുള്ളൂ. ബാക്കി ഒന്നും ദൈവം പറഞ്ഞിട്ടുള്ളതല്ല, മനുഷ്യനുണ്ടാക്കിയിട്ടുള്ളതാണ്. ആ മനുഷ്യനിൽ ആശ്രയിക്കുന്നവരെല്ലാം ആ മനുഷ്യൻ നശിക്കുന്ന പോലെ തന്നെ നശിക്കും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏക ദൈവമായ യേശുവിൽ വിശ്വസിക്കുക. യേശുവിന്റെ കൽപ്പനയും പ്രവാചകന്മാരുടെ പ്രവചനവും അപ്പോസ്തലന്മാരുടെ ഉപദേശവും ആദിമസഭയായി അവർ ചെയ്തു കാണിച്ചു തന്നതും അവർ ലേഖനങ്ങളിൽ ഉറപ്പിച്ചിട്ടും ഉള്ളതായ കാര്യങ്ങൾ ഏറ്റെടുത്ത് ആര് ജീവിക്കുന്നുവോ അവരെ യേശു സംരക്ഷിച്ചിരിക്കും. അവർ 1000 ആണ്ട് വാഴും. ഈ ഭൂമിയിലുള്ളതെല്ലാം വിടുക പ്രിയപ്പെട്ടവരെ. ഇനി നമ്മുടെ മുമ്പിൽ അധിക കാലഘട്ടമൊന്നും ഇല്ല. നമുക്ക് നാളും നാഴിയൊന്നും പറയാൻ നമുക്ക് അനുവാദമില്ല. കാരണം അത് സർവശക്തനായ ദൈവത്തിന്റെ അധികാരത്തിൽ ഇരിക്കുന്നതാണ്. പക്ഷെ ലോക അടയാളങ്ങൾ നമ്മളെ അറിയിക്കുന്നു, ഇനി നമുക്ക് അധികം നാളുകളില്ല. സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക, ഉണർന്നു കൊള്ളുക. പ്രിയ സഹോദരങ്ങളെ, സാക്ഷ്യത്തിന്റെ ചില ഭാഗങ്ങൾ ഞാൻ കളഞ്ഞതാണ്. കാരണം അത് എനിക്ക് ലൈവിൽ പറയാൻ പറ്റാത്തതാണ്, പറയാൻ പാടില്ല എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ്. കാരണം എന്നെ സ്വർഗം വെറുതെ വിട്ടതാണ്. ഇനിയുള്ള കാലങ്ങളിൽ ഇരുമ്പഴിയിൽ കിടക്കേണ്ടതല്ല, സ്വർഗത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതാണ്. യേശുവിന്റെ നാമം വഹിച്ചുകൊണ്ട് ഇരുമ്പഴിയിൽ കിടക്കേണ്ടി വന്നാൽ കിടക്കാം, കുഴപ്പമൊന്നുമില്ല. അതിന് യാതൊരു മടിയുമില്ല, പേടിയുമില്ല. ഇനിയുള്ള കാലം നമ്മൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ, കർത്താവിന്റെ വയലിൽ അധ്വാനിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇങ്ങനെ ഈ ലൈവിൽ വന്ന് പ്രിയ സഹോദരങ്ങളോട് ഒരുമിച്ച് ഈ എളിയ എന്നെ മാറ്റി മറിച്ച ഒരു നക്സൽ പ്രവർത്തകന്, നിരീശ്വരവാദിയായിരുന്ന ഒരാളെ, ലോകത്തിന്റെ സകല പാവക്കറയിലും കിടന്നിരുന്ന ഒരാളെ വിളിച്ച് യേശുവിന്റെ ദാസനാക്കി മാറ്റി, യേശുവിന്റെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഇന്ന് വരെയോ ഉള്ള അവസാന ശിഷ്യനാക്കി മാറ്റി. നാളെ ശിഷ്യന്മാർ ഇനിയും വരാമല്ലോ. ഇന്ന് വരെയുള്ള അവസാന ശിഷ്യനാക്കി എന്നെ മാറ്റിയ ഒരു യേശുവിനെ മാറ്റാൻ കഴിയാത്തതൊന്നുമില്ല. ഇങ്ങനെ സംസാരിക്കാനും വിവിധ സ്ഥലങ്ങളിലുള്ള സഹോദരങ്ങളായി പരിചയപ്പെടാനും ഇനി നേരിട്ട് വരുന്ന ദിവസങ്ങളിൽ കാണാനും ഒക്കെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ എന്റെയും കുടുംബത്തിന്റെയും തൃശ്ശൂരുള്ള ദൈവസഭയുടെയും സ്നേഹവന്ദനത്തെ ഞങ്ങൾ അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ജോസ് പാസ്റ്റർക്കും ജോയ് പാസ്റ്റർക്കും ബാക്കി എല്ലാ കർത്താവിന്റെ വിലയേറിയ ദാസന്മാർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. ഇതോടുകൂടി എൻ്റെ ഈ സാക്ഷ്യം ഇത് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് ഇൻഡിവിജ്വലായിട്ട് കാണുന്ന സന്ദർഭങ്ങളിൽ ഞാൻ പറയാതെ പോയിട്ടുള്ളതൊക്കെ നമുക്ക് പറയാം. ദൈവം നമ്മളെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവും നമ്മൾ കേൾക്കുകയായിരുന്നല്ലോ. ഒരു നിരീശ്വരവാദത്തിൽ നിന്നും നക്സലൈറ്റ് പ്രവർത്തനത്തിൽ നിന്നും വളരെ ചെറുപ്പം മുതലേ വളരെ അവഗണനയും ഒറ്റപ്പെടലും അനുഭവിച്ചിടത്തു നിന്നും കർത്താവ് പ്രിയപ്പെട്ടവനായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു അനുഗ്രഹീത ദൈവദാസന്റെ ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇങ്ങനൊരു അവസരം ദൈവം ഒരുക്കി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന് ഇവിടെ സംസാരിക്കാൻ ഇടയായതിനും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കേട്ട ഈ സന്ദേശത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ ഈ സാക്ഷ്യത്തെ ആസ്പദമാക്കിയിട്ട് ജോയ് പാസ്റ്റർക്ക് എന്തെങ്കിലും കാര്യങ്ങള്, ഏതെങ്കിലും ക്ലാരിറ്റി വരുത്താനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിക്കാം. അതിനുവേണ്ടി ഒരു 5 മിനിറ്റ് സമയം കർത്താവിന്റെ ദാസൻ ജോയ് പാസ്റ്റർ ഞാൻ ഇതിന്റെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി, ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയാണ്. കർത്താവിന്റെ ദാസൻ ഷാജി പാസ്റ്ററെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് കേട്ടത്. ഞങ്ങൾ ഒരു ചെറിയ ഗ്രൂപ്പ് കർത്താവ് സംഘടനാ മനോഭാവം ഇല്ലാതെ കർത്താവ് നിലനിർത്തുന്നു. ആ ചെറിയ ഗ്രൂപ്പിൽ ഉള്ള ആശയങ്ങൾ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആശയങ്ങൾ തന്നെയാണ് ഷാജി പാസ്റ്റർ എന്ന് കേൾക്കാനിടയായി തീർന്നത്. ഏതായാലും വളരെ നന്ദിയുണ്ട്. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും നമുക്ക് കാണാം. എനിക്ക് ചോദ്യങ്ങളൊന്നുമില്ല, കാരണം കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറഞ്ഞത് അത് വളരെ വളരെ മനോഹരവും അനുഗ്രഹവും
പരിശുദ്ധാത്മാവിന്റെ സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ് പറഞ്ഞതെന്ന് ബോധ്യമായിരിക്കുന്നു. എനിക്കത് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് മറ്റു സംശയങ്ങളൊന്നുമില്ല. ഈ സംസാരിച്ച വിഷയത്തിന്മേൽ സംശയങ്ങളൊന്നുമില്ല. ഏതായിരുന്നാലും തുടർന്നുള്ള പ്രവർത്തനങ്ങളുള്ള ബന്ധത്തിൽ ദൈവം കൂടുതലായിട്ട് കർത്താവിന്റെ ദാസനെ ഉപയോഗിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ വാക്കിൽ ഇവിടെ നിർത്തുകയാണ്.